الحمد لله نحمده ونستعينه ونستغفره ونستهديه ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهد الله فلا مضل له ومن يضلل فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن سيدنا محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على سيدنا محمد وعلى آل سيدنا محمد كما صليت على سيدنا إبراهيم وعلى آل سيدنا إبراهيم وبارك على سيدنا محمد وعلى آل سيدنا محمد كما باركت على سيدنا إبراهيم وعلى آل سيدنا إبراهيم في العالمين إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي سيدنا محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم والتين والزيتون وطور سينين وهذا البلد الأمين لقد خلقنا الإنسان في أحسن تقويم قال الله عز وجل يا رب هيئ لنا من أمرنا رشدا واجعل معونتك الحسنى لنا مددا يا رب هيئ لنا من أمرنا رشدا واجعل معونتك الحسنى لنا مددا ولا تكلنا إلى تدبير أنفسنا فالنفس تعجز عن إصلاح ما فسدا أنت العليم وقد وجهت يا أملي إلى رجائك وجها سائلا ويدا وللرجاء ثواب أنت تعلمه فاجعل ثوابي بسترك الستر الملا ما توفيقي إلا بالله عليه توكلت وإليه أنيب പരിശുദ്ധ റമദാനിലെ രാപ്രസംഗങ്ങളും വാഴകളുമെല്ലാം എല്ലായിടത്തും നിർത്തിയ കാലത്തും പരമാവധി ഈ രംഗത്തും പഴമ നിലനിർത്തുക എന്ന രീതിയിൽ നമ്മുടെ വാഴ്വ് ഈ വർഷവും തുടർന്നിരിക്കുകയാണ്. അനിവാര്യത വരുമ്പോൾ മാറ്റങ്ങൾ വേണ്ടി വരും. എങ്കിലും ആവുന്നിടത്തോളം വർഷങ്ങളായി ദശകങ്ങളായി നിലനിന്നു വരുന്ന ഒരു നല്ല വഴക്കം, നല്ല ആചാരം ജാമിഅയുടെ നിലനിൽപ്പിൻ്റെയും നമ്മുടെ സ്ഥാപനത്തിൻ്റെ ഒരു വർഷത്തെ നടത്തിപ്പിൻ്റെയും ഭാഗമായി നടത്തിക്കൊണ്ടുപോകാൻ നാം നിർബന്ധിതരാണ്. അതുപ്രകാരം പതിവ് പോലെ തന്നെ പരിശുദ്ധ റമദാൻ 28-ന് ഈ പരമ്പര അവസാനിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല പതിവ് പോലെ ഈ പരിപാടി മംഗളമായി വിജയിപ്പിക്കുകയും നാം ഉദ്ദേശിക്കുന്ന നമ്മുടെ സ്ഥാപനത്തിൻ്റെ നടത്തിപ്പിനു വേണ്ട സംഖ്യ അവൻ്റെ മഹദ് ഫദലുകൊണ്ട് അവൻ ഒരുക്കിത്തരുകയും ചെയ്യുമാറാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നാളെ 27-ാം രാവും
ദുആയുമാണ്. പഴയ കാരണവന്മാർ, പഴയ ഉമ്മപങ്ങന്മാർ ആ ദുആ ലക്ഷ്യമാക്കി നേരത്തെ ഒരുങ്ങിയെത്തുകയും അന്നേക്ക് വേണ്ടി സംഭാവനകളും അവരുടെ സ്വതക്കുകളുമെല്ലാം നിശ്ചയിച്ചുറപ്പിച്ച് കാത്തുവെക്കുകയും ചെയ്തിരുന്നു. ആ രക്ഷിതാക്കളുടെയും പിതാക്കളുടെയും മക്കൾ അതിനു പകരമായി വരുന്ന വിധത്തിലല്ല കാലത്തിൻ്റെ പോക്ക്. തീർത്തും അങ്ങനെയാണെന്നല്ല. കഴിഞ്ഞ കാലങ്ങളിൽ ഈ വാളിൻ്റെ സദസ്സിലുണ്ടായിരുന്ന വയസ്സന്മാരുടെയും കാരണവന്മാരുടെയും മക്കൾ അവരുടെ പിതാക്കളെപ്പോലെ ബാപ്പമാരെപ്പോലെ എന്നും ഈ പരിപാടിയിൽ സംബന്ധിക്കാൻ ഒരുക്കമല്ല. കാലത്തിൻ്റെയും സന്ദർഭത്തിൻ്റെയും ഒക്കെ മാറ്റം, ജീവിതക്രമത്തിൽ വന്ന മാറ്റം, ഇതൊക്കെ കാരണങ്ങളാവാം. എങ്കിലും നമ്മുടെ ഈ പരിപാടി ഈമാനിൻ്റെ ഭാഗമായി, വിശ്വാസത്തിൻ്റെ ഭാഗമായി അഭംഗുരം തുടരേണ്ടതുണ്ട്. പരിശുദ്ധ റമദാനിലെ 27-ാം രാവിനെങ്കിലും നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവരെയും കഴിഞ്ഞ കാലത്ത് നമ്മെ നയിച്ചവരെയും നാം ഉണ്ടാവാനും നാം വളരാനും കാരണക്കാരായവരെയും നാം ജനിക്കാൻ തന്നെ കാരണക്കാരായ മാതാപിതാക്കളെയുമൊക്കെ ഓർക്കാനും അവർക്ക് വേണ്ടി യാസീനോദാനും ദുആ ചെയ്യാനുമൊക്കെ അവസരം കണ്ടിരുന്ന പഴയകാലത്തെ നമ്മുടെ പിതാമഹന്മാരുടെയും പിതാക്കളുടെയും പാരമ്പര്യം നിലനിർത്തിപ്പോന്നില്ലെങ്കിൽ ഒരുപാട് നഷ്ടങ്ങൾ നമുക്കുണ്ടാകും. വരും തലമുറകൾ അതിൻ്റെ ഫലങ്ങളും അതിൻ്റെ ദൂഷ്യങ്ങളും അനുഭവിക്കേണ്ടിയും വരും. ഇതൊക്കെ വർത്തമാന തലമുറയെ ധരിപ്പിക്കാനും ഇന്നത്തെ ചെറുപ്പക്കാരെ ആ വക കാര്യങ്ങൾ ഉണർത്താനുമാണ് ഇത്തരം രാത്രി വാഴുകളും ഉറുതികളുമൊക്കെ. പക്ഷേ എല്ലായിടത്തും ഇതൊക്കെ നിന്നുപോയല്ലോ. ഉള്ളതുണ്ടെങ്കിൽ പകൽ, രാവിലെ, ഉച്ചക്ക്, ഇത്തരം സമയങ്ങളിലൊക്കെയാണ് ഇപ്പോഴത്തെ വാഴുകൾ. ചിലപ്പോൾ ആ വിധം നമ്മളുടെ വാഴും മാറേണ്ടി വരില്ലെന്നല്ല. എന്നാലും പരമാവധി ഞാൻ സൂചിപ്പിച്ചതുപോലെ പഴയ നിലപാടു തന്നെ എല്ലാ കാര്യത്തിലും തുടർന്നു വരിക എന്നത് നാം ഇവിടെയും നിലനിർത്തുന്നുവെന്ന് മാത്രം. അള്ളാഹു ഈ വിധം പരിപാടികൾ വിജയപ്രദമാക്കുകയും നമ്മുടെ തലമുറകളെ റമദാനിൻ്റെ ചൈതന്യവും പുണ്യവും നേടുന്ന നല്ല വിശ്വാസികളായി വളർത്തുകയും നിലനിർത്തുകയും ചെയ്യുമാറാകട്ടെ. ഞാനിന്ന് സംസാരിക്കുന്നത് മനുഷ്യൻ്റെ മഹത്വത്തെ പറ്റിയാണ്. സ്വന്തം കെട്ടിയവളെയും 4 കുട്ടികളെയും 3, 8, 10, 12 വയസ്സായ കുട്ടികൾ, ഈ കുട്ടികളെയും ക്രൂരമായി കൊന്ന്, അതും 12 വയസ്സായ തൻ്റെ ഓമന പെൺകുട്ടിയെ പിതാവ് ലൈംഗികമായി പീഡിപ്പിച്ച ശേഷം കൊന്ന് ആ പ്രതിക്ക് വധശിക്ഷ വിധിച്ചിരിക്കുന്ന ദിനമാണ് ഇന്ന്. നമ്മളിന്ന് ആ വാർത്തയാണ് പത്രത്തിൽ വായിച്ചത്. ഇപ്പോഴും വേണോ മനുഷ്യൻ്റെ മഹത്വം എന്ന് ചോദിച്ചേക്കാം. ഏതാനും ആഴ്ചകളായി നമ്മുടെ നാട്ടിൽ മാതൃഭൂമി, മനോരമ തുടങ്ങിയുള്ള മാധ്യമങ്ങൾ പിണറായി വിജയൻ, കോടിയേരി, ഉമ്മൻചാണ്ടി, രമേശ് ചെന്നിത്തല, കുഞ്ഞാലിക്കുട്ടി തുടങ്ങിയിട്ടുള്ള നേതാക്കളും ഒരു രാജേഷും ഓം പ്രകാശും എല്ലാമായി കേരളമാകെ മനുഷ്യനെ കൊല്ലാൻ നടക്കുന്ന മാഫിയകളുടെയും ഗുണ്ടകളുടെയും വാടക കൊലയാളികളുടെയും കേന്ദ്രമാണെന്ന ധാരണ പരത്തിയിരിക്കുന്ന ഈ സമയത്ത് വേണോ മനുഷ്യൻ്റെ മഹത്വം പറയാൻ എന്ന് നമുക്ക് സംശയം തോന്നും. സംഗതിയൊക്കെ ശരിയാണ്. ഈ വിധത്തിലൊക്കെ മനുഷ്യന്മാർ തരം താണിട്ടുണ്ട്. ഒരു ദിവസത്തിൽ തന്നെ എത്രയോ ക്രൂരമായ കൊലകളുടെയും ബലാത്സംഗങ്ങളുടെയും വേണ്ടാത്തരങ്ങളുടെയും വാർത്തകൾ നാം വായിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. മരണങ്ങളൊക്കെയും സംശയാസ്പദവും കേസെടുക്കത്തക്കതുമായ രീതിയിൽ മാറിപ്പോയിട്ടുണ്ട്. ഇതൊക്കെയാണെങ്കിലും
നല്ലൊരു ശതമാനം അല്ല ബഹുഭൂരിപക്ഷം തന്നെ ഇപ്പോഴും നല്ലവരായി കഴിയാൻ ആഗ്രഹിക്കുന്ന നല്ല മനുഷ്യരാണ്. സാഹചര്യത്തിനൊത്ത് സമ്മർദ്ദത്തിനൊത്ത് പല തെറ്റുകുറ്റങ്ങളിലും അവർ ഭാഗഭാക്കായിരിക്കാം. പല കുറ്റങ്ങളും ന്യൂനതകളും അവരിൽ നിന്ന് വന്നുപോയിരിക്കാം. പല വിധത്തിലുള്ള കുറ്റങ്ങൾ അവരിൽ നിന്ന് സംഭവിച്ചു പോയിരിക്കാം. ഭൂമിയിൽ ജീവിക്കാൻ പോലും അവകാശമില്ലാത്ത തരത്തിലുള്ള തെറ്റുകൾ, വൻ കുറ്റങ്ങൾ അവരിൽ നിന്ന് സംഭവിച്ചിരിക്കാം. എങ്കിലും റമദാൻ മാസം വരുമ്പോഴോ അത്തരത്തിലുള്ള പുണ്യസമയങ്ങൾ വരുമ്പോഴോ അല്ലെങ്കിൽ നല്ല ഉറുതികളും വഅദുകളും കേൾക്കുമ്പോഴോ എങ്കിലും മടക്കവും പശ്ചാത്താപവും തോന്നുന്ന സുമനസ്കർ, നല്ല മനസ്സുകാർ ധാരാളം ഇന്നും ജീവിച്ചിരിപ്പുണ്ട്. ഇതൊന്നുമില്ലെങ്കിലും കഴിഞ്ഞ കാലത്തെ 1,24,000 അമ്പിയാക്കളും ആ അമ്പിയാക്കളുടെ ജീവിത മാതൃക തന്നെ പിൻപറ്റിക്കഴിഞ്ഞിരുന്ന അവരുടെ അസ്ഹാബും അവരുടെ പാതയിൽ ജീവിച്ചിരുന്ന ഔലിയാക്കളും ലക്ഷോപലക്ഷം കഴിഞ്ഞുപോയിരിക്കുന്ന വർഗമാണ് മനുഷ്യവർഗം. ഇന്നും പരിശുദ്ധ ഹറം ഷരീഫുകളിൽ മക്കയിലും മദീനയിലും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ലക്ഷക്കണക്കിന് ആളുകൾ ഉംറയ്ക്ക് വന്ന് സിയാറത്തിന് വന്ന് മസ്ജിദുൽ ഹറാമിൽ രാവിൽ പകൽ മുഴുവനുമായി എത്തിക്കാഫിരുന്ന് പകൽ വരെയും വെളുക്കും വരെയും നിശയെയും രാത്രിയെയും ഉറക്കമിളിച്ചുകൊണ്ട് അള്ളാഹുവിൽ അർപ്പിച്ചുകൊണ്ട് കഴിഞ്ഞുകൂടുന്ന ഭക്തന്മാർ നിലനിൽക്കുന്ന ലോകമാണ്. ആ ലോകരുടെ ഭരണക്കാരും ഈ ലോകത്തിൻ്റെ ആധിപത്യക്കാരുമാണ് മനുഷ്യർ. ഈ നിലക്ക് മനുഷ്യൻ്റെ മഹത്വം, നമ്മളടക്കമുള്ള മനുഷ്യൻ്റെ മഹത്വം, തമ്മാടികളടക്കമുള്ള മനുഷ്യൻ്റെ മഹത്വം, സ്വന്തം ഉമ്മയെയും ബാപ്പയെയും കൊല്ലുന്ന കൊലയാളി അടക്കമുള്ള മർത്യൻ്റെ മഹത്വം നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. ഈ മഹത്വത്തിലൂടെ വേണം നമ്മുടെ ഉത്തരവാദിത്വത്തെപ്പറ്റി ചിന്തിക്കാൻ. അതുകൊണ്ട് തന്നെ അല്ലാഹു തആല പടച്ച പടപ്പുകളിൽ നാം മനുഷ്യർ തന്നെ കേമന്മാർ. നമ്മളെപ്പോലെ കേമന്മാരായി വേറൊരു പടപ്പില്ല. ഈ വസ്തുതയാണ് ഏതാനും സമയം ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നത്. മനുഷ്യരും ജിന്നും, ഇതാണ് ഭൂമിയെ ഭരിക്കുന്ന 2 വർഗം. ഭൂമിയിലെ ആധിപത്യം മനുഷ്യർക്കും ജിന്നിനുമാണ്. സഖലാൻ, സഖലൈൻ എന്നൊക്കെ വിശുദ്ധ ഖുർആൻ ഉപയോഗിച്ചിട്ടുണ്ട് ഇവരെ. ഭൂമിക്ക് ഭാരം നൽകുന്ന 2 വർഗങ്ങൾ. ഈ 2 വർഗങ്ങൾ ഇവരാണ് വാസ്തവത്തിൽ ഭൂമിയുടെ ഭരണക്കാർ, ഭൂമിയിൽ ആധിപത്യം ചെലുത്തുന്നവർ. ഇതര ജീവികൾക്കുമേൽ നിയന്ത്രണമുള്ളവരാണിവർ. പക്ഷെ ഈ 2 വർഗവും ചേർന്നാലും ഇതര വർഗങ്ങളെയും ഇതര ജീവജാലങ്ങളെയും അപേക്ഷിച്ച് അവർ ന്യൂനപക്ഷമാണ്. മനുഷ്യർ അതിലും ന്യൂനപക്ഷമാണ്. അള്ളാഹു പഠിച്ചിട്ടുള്ള ജീവികളിൽ ഏതാണ്ട് ഏറ്റവും ന്യൂനപക്ഷമായിരിക്കും മനുഷ്യർ. മനുഷ്യർ എന്ന് ഞാൻ പറയുന്നത് ആദം നബി അലൈഹിസ്സലാം മുതൽ ഖിയാമം വരെ വരാനിരിക്കുന്നവരും കഴിഞ്ഞുപോയവരും ജീവിക്കുന്നവരുമായ എല്ലാവരെയും ഉൾക്കൊണ്ടുകൊണ്ടാണ്. ഈ മനുഷ്യവർഗം എത്ര തന്നെ കഴിഞ്ഞുപോയാലും ഇനി എത്ര വരാനുണ്ടെങ്കിലും അള്ളാഹുവിൻ്റെ സൃഷ്ടിജാലങ്ങളിൽ വെച്ച് ഏറ്റവും ചെറിയ വർഗമാണ്, വളരെ കുറഞ്ഞ വർഗം. ആകമൊത്തം ഭൂമിയിലെ സഹോദര വർഗമായ ജിന്നിൻ്റെ 10-1 മനുഷ്യർ. ഇത് ഞാൻ പറയുകയല്ല, പടച്ച തമ്പുരാന്റെ വിവരം ശരിക്കും പറയാൻ അർഹതയുള്ള അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്നും ഉദ്ധരിക്കപ്പെട്ട ഒരു ഹദീസിന്റെ ഭാഗമാണ്. ജിന്നിൻ്റെ 10-1 ഭാഗമാണ് ആകമൊത്തം മനുഷ്യൻ. 90% നമ്മളെക്കാൾ കൂടുതൽ ജിന്നുകളുണ്ട്. വൽ ജിന്നു വ ബനു ആദം ഉശ്റു ഹയവാനാത്തിൽ ബർ. കരയിലുള്ള അല്ലാഹു തആല പടച്ച ജീവികളുടെ 10-1 ഭാഗമേ മനുഷ്യനും ജിന്നുകളും ഒന്നിച്ചു ചേർന്നാലുള്ളൂ. ജിന്നും മനുഷ്യനും ചേർന്നതിനേക്കാൾ 90% കൂടുതൽ കരയിൽ മാത്രം ജീവിക്കുന്ന ജീവികളുണ്ട്. അല്ലാഹു തആല പടച്ച ജീവികൾ, ജീവനില്ലാത്ത വസ്തുക്കളെ നമുക്ക് മാറ്റി നിർത്താം, ജീവികൾ. വഹഉലാഇ കുല്ലുഹും ഉശ്റു തുയൂർ. അന്തരീക്ഷത്തിലൂടെ പറക്കുന്ന പറവകളുടെ 10% മാത്രമേ ഇവരെല്ലാവരും ചേർന്നാലുള്ളൂ. ഇവരെല്ലാവരും മനുഷ്യരും ജിന്നും കരയിലുള്ള മറ്റു ജീവികളും ചേർന്നാൽ അന്തരീക്ഷത്തിലൂടെ പറക്കുന്ന പറവകളുടെ 10-1 ഭാഗമേയുള്ളൂ 10%. ഇതെല്ലാം ചേർന്നാൽ വഹഉലാഇ കുല്ലുഹും ഉശ്റു ഹയവാനാത്തിൽ ബഹർ.
സമുദ്രത്തിൽ അല്ലാഹു തആല പഠിച്ചിട്ടുള്ള ജീവികളുടെ 10% മാത്രമേ ഇതെല്ലാം ചേർന്നിട്ടുള്ളൂ. വഹൗലായി കുല്ലുഹും ഉശ്റു മലായികത്തിൽ അർളിൽ മുഅക്കലീന ബിഹാ. ഈ ഭൂമിയെ ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന ഭൂമിയിലുള്ള മലക്കുകളുടെ 10% ഇവയെല്ലാം ചേർന്നിട്ടുള്ളൂ. സമുദ്രത്തിലെയും കരയിലെയും ജീവികളും ജിന്നും ഇൻസും പറവകളും ആസകലം ചേർന്നാൽ ഭൂമിയിൽ മാത്രം ജീവിക്കുന്ന മലക്കുകളുടെ 10 വരൂ. ഇവരെല്ലാം കൂടി ചേർന്നാൽ 1-ാം ആകാശത്തിലെ 10% വരൂ. അവരെല്ലാം കൂടി ചേർന്നാൽ 2-ാം ആകാശത്തിലെ 10%. ഇതെല്ലാം കൂടി ചേർന്നാൽ 3-ാം ആകാശത്തിലെ 10%. അങ്ങനെ 7-ാം ആകാശം വരെയും 7-ാം ആകാശത്തിൽ അതിനു താഴെയുള്ള എല്ലാ ജീവജാലങ്ങളെക്കാളും അള്ളാഹു പടച്ച സൃഷ്ടികളെക്കാളും 90% കൂടുതലുണ്ട്. അവിടം കൊണ്ടും ലോകം തീർന്നില്ല. 7-ാം ആകാശം കഴിഞ്ഞാൽ പിന്നെ കുർസി എന്ന അല്ലാഹു തആലാന്റെ ഒരു സൃഷ്ടിയുണ്ട്. വസിഅ കുർസിയ്യുഹുസ് സമാവാതി വൽ അർദ്. ആയത്തുൽ കുർസി ഏറ്റവും പ്രധാനപ്പെട്ട വിശുദ്ധ ഖുർആനിലെ ശറഫാക്കപ്പെട്ട ആയത്താണ് ആയത്തുൽ കുർസി. കുർസി പറഞ്ഞ ആയത്ത്. വസിഅ കുർസിയ്യുഹുസ് സമാവാതി വൽ അർദ്. 7 ആകാശങ്ങളെയും ഭൂമികളെയും ഉൾക്കൊള്ളാൻ മാത്രം വിശാലമാണ് അള്ളാഹുവിന്റെ കുർസി എന്ന സൃഷ്ടി. ആ കുർസിയിലുള്ള സൃഷ്ടികളുടെ 10% ബാക്കി എല്ലാ ഭാഗവും കൂടിയുള്ളൂ. ഇവരെല്ലാം കൂടി ചേർന്നാലോ അർശിന്റെ സുറാദിഖാത്ത്, അർശിന്റെ കമാനപ്പന്തലുകളിൽ നിന്ന്, മേൽപ്പുരകളിൽ നിന്ന് ഒരു മേൽപ്പുരയെ ചുറ്റി നിൽക്കുന്ന, ഒരു മേൽപ്പുരയിൽ നിൽക്കുന്ന മലക്കുകളുടെ 10% മാത്രമേ കുർസി അടക്കമുള്ള അള്ളാഹുവിന്റെ സൃഷ്ടികളിലുള്ള മുഴുവൻ ജീവജാലങ്ങളുമുള്ളൂ. അർശിനെത്ര കമാനങ്ങൾ, മേൽപ്പുരകളുണ്ട്? 6 ലക്ഷം സുറാദിക്കുകൾ. അർശിന്റെ തണൽ എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ അർശ് എന്ന് പറഞ്ഞാൽ ഒരു വൃക്ഷ, ഒരു ബിൽഡിംഗ് ആണെന്നൊന്നും വിചാരിക്കണ്ട. കുർസി എന്ന ആ അല്ലാഹു തആലാന്റെ സൃഷ്ടിയുടെ മേൽ 6 ലക്ഷം മേൽപ്പുരകളുള്ള ഒരു വലിയ സൃഷ്ടിയാകുന്നു അർശ് എന്ന അല്ലാഹു തആലാന്റെ മഹാസൃഷ്ടി. ആ സൃഷ്ടിയിലെ ഒരു പന്തലിൽ, ഒരു മേൽപ്പുരയിൽ നിൽക്കുന്ന മലക്കുകളുടെ 10% മാത്രമേ ബാക്കി എല്ലാ ലോകത്തുമുള്ളൂ. ഇങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല പടച്ച ലോകത്തെ മൊത്തം കൂടി കൂട്ടിയാൽ ഓരോരോ ആകാശത്തിലും ഓരോരോ ഭാഗത്തും അല്ലാഹു തആല സൃഷ്ടിച്ചിരിക്കുന്നതും അർശിനെ ചുറ്റി നിൽക്കുന്നതുമായ മലക്കുകളുടെ വളരെ കുറഞ്ഞ ശതമാനം മാത്രമേ ബാക്കി എല്ലാവരും കൂടിയുള്ളൂ. ഇത്രയധികം പടപ്പുകളെ, സൃഷ്ടികളെ ജീവനോടുകൂടെ ബുദ്ധിയുള്ള വർഗമായും അല്ലാതെയും അല്ലാഹു തആല സൃഷ്ടിച്ചതിൽ ന്യൂനപക്ഷമാണ് ഭൂമിയുടെ ആധിപത്യമുള്ള മനുഷ്യർ. ആദം നബി അലൈഹിസ്സലാമിൻ്റെ മക്കൾ ഇവരിലൊക്കെ കുറവ്. ആകാശം നമ്മുടെ ഭൂമിയേക്കാൾ എത്ര മടങ്ങ് വലുതാണ്? നമ്മളിന്നും ആകാശത്തെ കണ്ടെത്തിയിട്ടില്ല. ആകാശത്തിലേക്കുള്ള ദൂരം അളന്ന് തിട്ടപ്പെടുത്താൻ ശാസ്ത്രത്തിന് കഴിഞ്ഞിട്ടില്ല. ശൂന്യാകാശത്തിലാണ് നമ്മളിപ്പോഴും. അള്ളാഹു പടച്ച ആകാശം, മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വേണ്ടി തുറക്കപ്പെട്ട ആകാശം, നബിതങ്ങൾ മലക്കുകളെ കൂട്ടി ഇമാമായി നിന്ന ആകാശം, അള്ളാഹുവിൻ്റെ റസൂൽ കയറിപ്പോയ 7 ആകാശങ്ങൾ, ആ ആകാശത്തിലൊക്കെ പടക്കപ്പെട്ടിരിക്കുന്ന അല്ലാഹു തആലാന്റെ സൃഷ്ടികളാണ് ആകാശ ലോകത്തെ മലക്കൂത്തിലെ മലക്കുകൾ. ആ മലക്കുകളാവട്ടെ എത്ര എണ്ണമാണ് അല്ലാഹു തആല സൃഷ്ടിച്ചത്. ബുഖാരിയും മുസ്ലിമും നിവേദനം ചെയ്ത ഹദീസിൽ കാണാം, ആകാശം പ്രകമ്പനം കൊള്ളുന്നു. ആകാശത്തതാ വലിയ മുഴക്കം, ആകാശം പ്രകമ്പനം കൊള്ളുന്നു. അത് പ്രകമ്പനം കൊള്ളാൻ അവകാശപ്പെട്ടതു തന്നെയാണ്. അവിടെ ഒരു കാൽപാദം വെക്കാൻ, ഒരു റിപ്പോർട്ടിൽ 4 വിരലെന്നാണ്, ഒരു 4 വിരല് വെക്കാനുള്ള സ്ഥലം അവിടെയില്ല. ഇല്ലാ വഫീഹി മലകുൻ സാജിദുൻ ഔ റാകിഉൻ ഔ ഖായിം ലഹും സജലും ബിത്തസ്ബീഹി വത്തഖ്ദീസ്. ഒരു മലക്കവിടെ സുജൂദിലോ റുകൂഇലോ നൃത്തത്തിലോ ആയി അള്ളാഹുവിന് വഴിപ്പെട്ടുകൊണ്ട് അള്ളാഹുവിനെ തസ്ബീഹ് ചെയ്ത് അള്ളാഹുവിൻ്റെ പരിശുദ്ധത വാഴ്ത്തി അള്ളാഹുവിനെ തഖ്ദീസ് ചെയ്ത് സുബ്ഹാനല്ലാഹി വബിഹംദിഹി എന്ന് ശ്വാസം വിടുമ്പോലെ നിരന്തരം വിട്ടുകൊണ്ട് അള്ളാഹുവിനെ തസ്ബീഹ് ചെയ്തുകൊണ്ടിരിക്കുന്ന മലക്കില്ലാതെ ആകാശത്തൊരു സൂചി കുത്താനിടമില്ലെന്ന് നമ്മുടെ ഭാഷയിൽ പറയാം. അത്രയും ആകാശം നിറഞ്ഞു നിൽക്കുന്ന മലക്കുകളുണ്ടെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ ആ മലക്കുകളുടെ എണ്ണം എത്രയാണ്? ഭൂമിയിലേക്ക് പലപ്പോഴും വരുന്ന മലക്കുകളിൽ നിന്ന് മറ്റൊരു വിഭാഗം പിന്നീട് ഒരു പ്രാവശ്യം വന്നു പോയാൽ പിന്നെ ഇങ്ങോട്ട് വരുന്നില്ല.
ഏഴാകാശങ്ങളിലുമുള്ള ബൈത്തുൽ മഅമൂറിന് കീഴെയായി 7 ആകാശങ്ങളിലും 7-ാം ആകാശത്തിൽ ബൈത്തുൽ മഅമൂർ, ആ ബൈത്തുൽ മഅമൂറിന് കീഴെയായി 6-ാം ആകാശത്തിൽ, 5-ാം ആകാശത്തിൽ, 4-ാം ആകാശത്തിൽ, 3-ാം ആകാശത്തിൽ, 2-ാം ആകാശത്തിൽ, 1-ാം ആകാശത്തിൽ, ഭൂമിയിൽ വരെ 8 ബൈത്തുകൾ അല്ലാഹു തആലക്കുണ്ട്. നമ്മുടെ കഅബയുടെ നേർവിധാനം, ആ കഅബയുടെ നേരെ അതേ രീതിയിൽ, അതേ മട്ടിൽ, അതേ ശൈലിയിൽ ആകാശത്ത് അല്ലാഹു തആലാക്ക് ഓരോരോ വീടുകൾ. 1-ാം ആകാശത്തിലുള്ള കഅബയുടെ നേരെ വിധാനത്തിലുള്ള വീടിൻ്റെ പേരാണ് ബൈത്തുൽ ഇസ്സ. അത് തൊട്ട് 7-ാം ആകാശം വരെയുള്ള ബൈത്തുകൾ, 7-ാം ആകാശത്തിലെ ബൈത്തിൻ്റെ പേരാണ് ബൈത്തുൽ മഅമൂർ. ആ ബൈത്തുൽ മഅമൂർ അടക്കമുള്ള ബൈത്തുകളിൽ അല്ലാഹു തആല മലക്കുകൾ വന്നു പോകുന്നതും ഒന്ന് പ്രവേശിച്ചു ഒരു ദിവസം അല്ലാഹു തആല നിശ്ചയിച്ച വിധമുള്ള ഇബാദത്ത് ചെയ്യുന്നതും, കഅബയെ നമ്മൾ ത്വവാഫ് ചെയ്യുന്നത് പോലെ ആ ബൈത്തുകളെ ത്വവാഫ് ചെയ്യുന്നതുമായി അല്ലാഹു നിശ്ചയിച്ചിട്ടുള്ള മലക്കുകൾ ഒരു തവണ ആയുസ്സിൽ ഒരിക്കൽ ചെയ്താൽ പിന്നെ അതിലേക്ക് തിരിച്ചു വരാത്ത വിധം അല്ലാഹു നിശ്ചയിച്ച പെരുപ്പമുണ്ട്. മഴത്തുള്ളികളിലെ ഓരോ തുള്ളികൾ ഭൂമിയിൽ കൊണ്ടുവന്നു വെക്കുന്നത് മലക്കാണെന്ന് വരെ ഹദീസുകളിൽ കാണാം. ഈ വിധം വർദ്ധിച്ച മലക്കുകളെ അപേക്ഷിച്ച്, ജിന്നുകളെ അപേക്ഷിച്ച്, ഇതര ജീവികളെ അപേക്ഷിച്ച് വളരെ ന്യൂനപക്ഷമായ മനുഷ്യൻ, ഈ മനുഷ്യനാണ് പക്ഷേ എല്ലാ ജീവികളെക്കാളും ഏറ്റവും ശറഫുറ്റ, സ്ഥാനമുറ്റ മഹാപടപ്പ്, മഹാസൃഷ്ടി. അല്ലാഹു തആല ഇത്ര ശറഫ് നൽകിയിട്ടുള്ളൊരു സൃഷ്ടി വേറെയില്ല. ജിന്നുകളെക്കാളും ഇതര ജീവികളെക്കാളും മനുഷ്യനാണ് ശ്രേഷ്ഠത എന്ന കാര്യത്തിൽ തർക്കമേയില്ല, അഭിപ്രായ വ്യത്യാസമേ മുസ്ലിം ലോകത്തില്ല. ജിന്നുകളിൽ നിന്ന് ജിന്നുകളിലേക്ക് മുർസലീങ്ങൾ അയച്ചിരുന്നോ എന്ന കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിലും ഒരു ജിന്നിനെയും മനുഷ്യരിലേക്ക് ഇന്നുവരെ ഒരു റസൂലായി അയച്ചതായി റിപ്പോർട്ടില്ല. നേരെ മറിച്ച് മനുഷ്യരിൽ നിന്ന് ജിന്നുകളിലേക്ക് റസൂലുമാരെ അയക്കപ്പെട്ടിട്ടുണ്ട്. സുലൈമാൻ നബി അലൈഹിസ്സലാം ജിന്നുകളെ ഭരിച്ചിരുന്ന രാജാധികാരമുള്ള മുർസലായ നബിയായിരുന്നു. അഷ്റഫുൽ വറാ ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജിന്നുകളിലേക്കും മലക്കുകളിലേക്കും നിർജീവ വസ്തുക്കളടക്കമുള്ള അള്ളാഹുവിൻ്റെ അഖിലമാന സൃഷ്ടികളിലേക്കുമുള്ള റസൂലാണ്. ഈ വിധം ചിന്തിക്കുമ്പോൾ അള്ളാഹുവിൻ്റെ ഹബീബായ നബിയെക്കുറിച്ച് കൂടി കണക്കിലെടുത്തുകൊണ്ട് മനുഷ്യവർഗത്തെ കണക്കിലെടുത്താൽ അല്ലാഹു തആലാന്റെ പടപ്പുകളിൽ മലക്കുകളെക്കാൾ ശ്രേഷ്ഠതയുണ്ടോ ഇല്ലേ എന്നിടത്തേ തർക്കമുള്ളൂ. മറ്റേത് സൃഷ്ടികളെക്കാളും മനുഷ്യനാണ് ഏറ്റവും ഉന്നതൻ. ഈ ഉന്നതി എങ്ങനെ, ഏത് വിധം, ഇത് നമ്മൾ അറിയേണ്ടതുണ്ട്, പഠിക്കേണ്ടതുണ്ട്. നമ്മുടെ വിശ്വാസത്തിനും നമ്മുടെ കർമ്മത്തിനും, നമ്മൾ കർമ്മത്തിന് പ്രചോദിതരാകാനും ഇതാവശ്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയും അല്ലാഹുവിൻ്റെ റസൂലും ഇത് പഠിപ്പിച്ചിട്ടുണ്ട്. മലക്കുകളെക്കാൾ തന്നെയും മനുഷ്യനാണ് ഏറ്റവും ശ്രേഷ്ഠതയുള്ളത് എന്നാണ് ബഹുഭൂരിപക്ഷത്തിൻ്റെയും അഭിമതം. അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിലെ ഭൂരിപക്ഷവും മൃഗീയ ഭൂരിപക്ഷം പണ്ഡിതന്മാരും ഈ നിലപാടുകാരാണ്. എന്ന് വെച്ചാൽ നമ്മൾ ഓരോരുത്തരും ജിബ്രീൽ അലൈഹിസ്സലാമിനേക്കാൾ ശ്രേഷ്ഠതയുള്ളവരാണെന്നല്ല ഈ പറയുന്നതിനർത്ഥം. നമ്മിലൊരു മുത്തുണ്ടല്ലോ, മുത്തു മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, ആ മുത്തിനെ പ്രതിയാണ് നമ്മൾ അഭിമാനിക്കുന്നത്. മൂർഖം പാമ്പിനെ പ്രതി ഞാഞ്ഞൂലുകളിൽ അഭിമാനം പറയുന്നത് പോലെയുള്ള അഭിമാനമാണ് നമ്മൾ ഈ പറയുന്നത്. മുത്തായ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നബിയോടൊപ്പം മറ്റു അംബിയാ മുർസലുകളെയും ചേർത്താൽ മലക്കുകളെല്ലാവരെക്കാളും ശ്രേഷ്ഠരാകുന്നു മനുഷ്യവർഗം. വർഗം, സമൂഹം എന്ന നിലയിൽ ചിന്തിച്ചാൽ മനുഷ്യവർഗത്തിന് മലക്കുകൾ എല്ലാവരെക്കാളും ശ്രേഷ്ഠതയുണ്ടെന്നാണ് അഹ്ലുസുന്നത്തിൻ്റെ വിശ്വാസം. മുഅ്തസിലത്ത് എന്ന പുത്തൻവാദികൾ, പിഴച്ച കക്ഷികൾ ഇവിടെയും തർക്കത്തിനുണ്ട്. അവർ പറയുന്നത് മനുഷ്യരെക്കാൾ ശ്രേഷ്ഠത മലക്കുകൾക്കാണ് എന്നാണ്. ഒരു മനുഷ്യനും മലക്കുകളെക്കാൾ ശ്രേഷ്ഠതയിൽ വരാം, എല്ലാവർക്കും മലക്കുകളെക്കാൾ ശ്രേഷ്ഠത കമ്മി. അള്ളാഹുവിൻ്റെ റസൂൽ അടക്കം, അള്ളാഹുവിൻ്റെ റസൂൽ മുത്തുനബി അടക്കമുള്ള മുഴുവൻ മനുഷ്യർക്കും മലക്കുകളെക്കാൾ ശ്രേഷ്ഠത കുറവാണെന്ന് പറയുന്നു മുഅ്തസിലത്ത്. അപ്പക്ഷത്ത് അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിൽ നിന്നുള്ള അഹ്ലുസുന്നത്തിൻ്റെ ഇമാമുകളിൽപ്പെട്ട ഒരു ഇമാം ഖാദി അബൂബക്കറിൽ ബാഖിലാനി തങ്ങൾ അവർകളും നമ്മുടെ ശാഫിഈ മദ്ഹബിലെ പ്രഗത്ഭരായ അസ്ഹാബുൽ വുജൂഹിൽപ്പെട്ട ഇമാം ഹലീമി എന്നിവരെയും കൂടി ചരിത്രത്തിൽ കാണുന്നുണ്ട്. ബാക്കി അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിലെ എണ്ണം പറഞ്ഞ ഉലമാക്കളും നമ്മുടെ ഇമാമുകളും ആ സകലം മലക്കുകളെക്കാൾ ശ്രേഷ്ഠത മനുഷ്യനാണെന്ന് പറയുന്നവരാണ്. ഏറ്റവും വലിയ ശ്രേഷ്ഠത മലക്കുകളെക്കാൾ മനുഷ്യന്. നമ്മുടെ അഖീദ പഠിപ്പിക്കുന്ന ചെറിയ കിതാബ് കിഫായത്തുൽ അവാം,
അള്ളാഹുവിനെയും റസൂലിനെയും കുറിച്ചുള്ള ഭാഗങ്ങളൊക്കെ നമ്മൾ പഠിക്കുന്നത് ആ കിതാബിലെ പാട്ടാണ്. 3-ാം ക്ലാസ്സിലെ മദ്രസ മുതൽ തുടങ്ങും നമ്മൾ അതിലെ പാട്ടുകൾ പഠിക്കാൻ. അല്ലാഹു മൗജൂദുൻ ഖദീമുൻ ബാഖി, ഇതൊക്കെ നമ്മൾ പഠിക്കുന്ന ആ കിഫായത്തുൽ അവാം. ഇസ്മതുഹും കസായിരിൽ മലായിക വാജിബത്തുൻ വഫാദലുൽ മലായിക അലൈഹിമുസ്സലാത്തു വസ്സലാമു വാലിഹിം മാദാമത്തിൽ അയ്യാമു എന്ന് അമ്പിയാക്കന്മാരെ കുറിച്ച് നൽകുന്ന പാഠത്തിൽ വിവരിക്കുന്നുണ്ട്. അമ്പിയാക്കന്മാർക്കെല്ലാവർക്കും മലക്കുകൾക്ക് സമാനം പാപസുരക്ഷിതത്വമുണ്ട്. മലക്കുകളിൽ നിന്ന് പാപങ്ങൾ വരാൻ ഒരിക്കലും സാധ്യമല്ലാത്ത പോലെ അല്ലാഹു തആലാന്റെ അമ്പിയാക്കന്മാരിൽ നിന്നും നുബുവത്തിന് മുൻപോ പിൻപോ ചെറുതോ വലുതോ ആയ പാപങ്ങൾ ബോധപൂർവമോ അല്ലാതെയോ ഒരു നിലയിലും സംഭവിക്കുകയില്ല. മലക്കുകളെ പോലെയുള്ള ഇസ്മത്ത് അമ്പിയാക്കന്മാർക്കുമുണ്ട്. വാജിബത്തുൻ, അതവരുടെ അനിവാര്യമായ ഗുണമാണ്. വഫാദലുൽ മലായിക, ഇതുകൊണ്ട് തന്നെ മനുഷ്യരെന്ന പദവികളും സ്ഥാനങ്ങളും മനുഷ്യർക്ക് നൽകിയിട്ടുള്ള സവിശേഷതകളും ഉള്ളതുകൊണ്ട് മലക്കുകൾക്കുള്ള ഇസ്മത്തുകളും അമ്പിയാക്കൾക്കുള്ളതുകൊണ്ട് അവർ മലക്കുകളെക്കാൾ ശ്രേഷ്ഠതയുള്ളവരാണ്. അലൈഹിമുസ്സലാത്തു വസ്സലാമു വാലിഹിം മാദാമത്തിൽ അയ്യാമു എന്ന് കൊച്ചുകുട്ടികൾക്ക്, ചെറിയ കുട്ടികൾക്ക് മദ്രസാ പാഠത്തിൽ പഠിപ്പിക്കാൻ വേണ്ടി നൽകുന്ന പാഠത്തിലുണ്ട്. അപ്പോൾ മലക്കുകളെക്കാൾ ശ്രേഷ്ഠതയുള്ളവർ മനുഷ്യരാണെന്നാണ് നമ്മുടെ വിശ്വാസം. ഇതിനൽപ്പം വിശദമായി വേറിട്ടു തന്നെ പഠിക്കേണ്ടതുണ്ട്. എല്ലാ മനുഷ്യരും എല്ലാ മലക്കുകളെക്കാളും മുന്തിയവരല്ല. മനുഷ്യവർഗത്തിലുള്ള വിശിഷ്ടരായ ആളുകൾ അമ്പിയാക്കന്മാർ. ഈ അമ്പിയാക്കന്മാർ അഫ്ളലു മിനൽ മലായികത്തി അജ്മഈൻ, എല്ലാ മലക്കുകളെക്കാളും ഉത്കൃഷ്ടരാണ്. ജിബ്രീൽ അലൈഹിസ്സലാം, മീകായിൽ അലൈഹിസ്സലാം തുടങ്ങിയിട്ടുള്ള എല്ലാ മുഖറബായ മലക്കുകളെക്കാളും വിശിഷ്ടരാണ് അമ്പിയാക്കന്മാർ. വഖവാസുൽ മലായികത്തി ജിബ്രീൽ വമീകായിൽ വഇസ്രാഫീൽ വഅസ്റായീൽ, ജിബ്രീൽ, മീകായിൽ, ഇസ്രാഫീൽ, അസ്റായീൽ തുടങ്ങി നമ്മൾ പേര് ചൊല്ലിപ്പഠിച്ച് നിർബന്ധമായും പഠിക്കുന്ന പ്രധാനപ്പെട്ട മലക്കുകൾ, ആ മലക്കുകൾ അഫ്ളലു മിൻ ബഖിയ്യത്തിൽ ബശർ, അമ്പിയാക്കന്മാർ ഒഴിച്ചിട്ടുള്ള മറ്റെല്ലാ മനുഷ്യരെക്കാളും ശ്രേഷ്ഠതയുള്ളവരാണ്. വഔലിയാഉൽ ബശർ കൽ ഖുലഫാഇൽ അർബഅ വൽ അഇമ്മത്തിൽ അർബഅ, സയ്യിദനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഉമർ റളിയല്ലാഹു അൻഹു, ഉസ്മാൻ റളിയല്ലാഹു അൻഹു, അലി റളിയല്ലാഹു അൻഹു, ഇമാമുന ശാഫിഈ, അബൂ ഹനീഫ, ഇമാം മാലിക്, അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹും തുടങ്ങിയിട്ടുള്ള പ്രഗൽഭരായ ഔലിയാക്കന്മാർ. ഈ ഔലിയാക്കന്മാർ അഫ്ളലു മിൻ ബഖിയ്യത്തിൽ മലായിക, ജിബ്രീൽ, മീകായിൽ തുടങ്ങിയിട്ടുള്ള സവിശേഷ മലക്കുകളെക്കാൾ ശ്രേഷ്ഠതയുള്ളവരാണ്. വഹും അഫ്ളലു മിൻ ബഖിയ്യത്തിൽ ബശർ, ബാക്കിയുള്ള മലക്കുകൾ നമ്മൾ സാധാരണക്കാരായ മനുഷ്യരെക്കാൾ ഉത്കൃഷ്ടരാണ്. അപ്പം നമ്മളിവിടെ വായതു പറയുന്ന കേൾക്കുന്ന നമ്മളെ സംബന്ധിച്ചല്ല ഈ സംസാരിക്കുന്നത്. നമ്മളെക്കാൾ കേമന്മാർ മലക്കുകൾ തന്നെ, നമ്മൾ സാധാരണക്കാരെക്കാൾ കേമന്മാർ മലക്കുകൾ തന്നെ. പക്ഷേ അമ്പിയാക്കന്മാരെ അനുകരിച്ച് ജീവിക്കുന്നതിൽ കാർക്കശ്യം പുലർത്തിയ അള്ളാഹുവിൻ്റെ ഔലിയാക്കന്മാർ മലക്കുകളെക്കാൾ ശ്രേഷ്ഠരാണ്. അതിവിശിഷ്ടരായ മലക്കുകൾ കഴിച്ച് ബാക്കിയുള്ളവരെക്കാൾ ശ്രേഷ്ഠരാണ്. അമ്പിയാക്കന്മാരായ അതിവിശിഷ്ടരായ മനുഷ്യരോ 1,24,000 വരുമല്ലോ. അത്രയും വരുന്ന അമ്പിയാക്കന്മാരോ അതിവിശിഷ്ടരായ മലക്കുകളെക്കാളും ശ്രേഷ്ഠരാണ്. ഇത് നമ്മുടെ വിശ്വാസശാസ്ത്രത്തിൽ പ്രത്യേകം രേഖപ്പെടുത്തിയിട്ട് നമ്മുടെ കിതാബുകളിൽ പഠിപ്പിക്കുന്നുണ്ട്. കേരള സംസ്ഥാന മതവിദ്യാഭ്യാസ ബോർഡ് അംഗീകരിച്ച മദ്രസകളിലെ 7-ാം ക്ലാസ്സിലെ അഖീദയിൽ വളരെ വിശദമായി ഈ ഭാഗം പഠിപ്പിക്കുന്നുണ്ട്. ഈ ഭാഗം നമ്മൾ പഠിക്കേണ്ടതും അറിയേണ്ടതുമാണ്. എന്നാൽ നമ്മുടെ വിശ്വാസശാസ്ത്രം വരുന്നതിന് മുൻപ് സലഫിൽപ്പെട്ട സ്വഹാബത്തിലും താബിഈകളിലും പെട്ട ആളുകൾക്കിടയിലും ഇത് തർക്കമുണ്ടായിരുന്നു. ഈ തർക്കത്തിൽ ആദ്യമായി കാണുന്ന തർക്കമെന്ന് പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്നത് മഹാനായ ഹാഫിദ് ഇബ്നു അസാക്കിർ തൻ്റെ താരീഖിൽ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു സംഭവമാണ്. മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു താബിഈകളിൽ പ്രമുഖരാണ്. അദ്ദേഹത്തിൻ്റെ ഒരു സദസ്സ്, ആ സദസ്സിൽ ഉമയ്യത്ത് ഇബ്നു അംർ ഇബ്നു സഈദ് ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു താബിഈകളിൽ പ്രമുഖരാണ്, വലിയ പണ്ഡിതനാണ്. അദ്ദേഹത്തിൻ്റെ തർജ്ജമ വിവരിക്കുമ്പോഴാണ് ഹാഫിദ് ഇബ്നു അസാക്കിർ ഈ സംഭവം വിവരിക്കുന്നത്. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹുവിൻ്റെ സദസ്സിൽ പണ്ഡിതന്മാർ പണ്ഡിത സംവാദവും ചർച്ചയും നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഉമർ എന്നവർ ചർച്ച എടുത്തിട്ടു.
മാ അഹദുൻ അക്രമ അലല്ലാഹി മിൻ കരീമി ബനി ആദം. മനുഷ്യരിലെ ഉദാരനായ മനുഷ്യനേക്കാൾ, അള്ളാഹു ആദരിച്ച മനുഷ്യനേക്കാൾ അള്ളാഹുവിന് ഏറ്റവും പിരിശപ്പെട്ട, അള്ളാഹുവിൽ സ്ഥാനമുള്ള ഒരാളുമില്ല. ഇതിനദ്ദേഹം ഒരു തെളിവും നിരത്തി. ഇന്നല്ലദീന ആമനൂ വഅമിലുസ് സ്വാലിഹാത്തി ഉലൈക ഹും ഖൈറുൽ ബരിയ. സത്യവിശ്വാസികളായിട്ടുള്ള മനുഷ്യരെ കുറിച്ചാണല്ലോ ആയത്ത്. ലം യകുനി എന്ന് നമ്മൾ ഓതുന്ന സൂറത്തിലെ ആയത്ത്. ഇന്നല്ലദീന ആമനൂ വഅമിലുസ് സ്വാലിഹാത്ത്, മനുഷ്യരിലുള്ള സത്യവിശ്വാസികളും സത്കർമ്മങ്ങളൊക്കെ ചെയ്തവരുമായ ആളുകൾ, ഉലൈക ഹും ഖൈറുൽ ബരിയ, അവർ തന്നെയാണ് അല്ലാഹു തആലാന്റെ സൃഷ്ടികളിൽ അത്യുത്തമർ. അല്ലാഹു തആലാന്റെ സൃഷ്ടികളിൽ ഏറ്റവും മുന്തിയവർ അവർ തന്നെ എന്ന് അല്ലാഹു തആല പറഞ്ഞിരിക്കെ മനുഷ്യനോളം വലിയ ആളുകൾ വേറെയില്ല എന്ന്. മഹാനായ ഉമയ്യത്ത് ഇബ്നു അംർ ഇബ്നു സഈദ് എന്ന മഹാപണ്ഡിതനും അതിനെ ശരിവെച്ചു. അദ്ദേഹം പറഞ്ഞു വേറൊരു നിലക്ക്, അദ്ദേഹം ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹുവിന്റെ അഭിപ്രായം ശരിവെച്ചു. ന്യായം മറ്റൊന്നാണെങ്കിലും പക്ഷേ ഇറാഖ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു എന്ന താബിഈകളിൽ പ്രധാനിയായ ഒരു പണ്ഡിതൻ പറഞ്ഞു ശരിയല്ലാതെ. മാ അഹദുൻ അക്രമ അലല്ലാഹി മിൻ മലായികതി, അല്ലാഹുവിന്റെ മലക്കുകൾ അവരെക്കാൾ മുന്തിയവർ വേറെ ആരുമില്ല. ഹും ഖദമത്തു ദാറൈ വറുസുലുഹു ഇലാ അംബിയാഇ, അല്ലാഹുവിന്റെ അംബിയാക്കന്മാരിലേക്ക് വരെ അല്ലാഹു വഹി എത്തിക്കുന്നതും ഇൽമു നൽകുന്നതും മലക്കുകളിലൂടെയല്ലേ. അതുകൊണ്ട് മലക്കുകളാണ് ഏറ്റവും ഉത്കൃഷ്ടർ. സംഗതിയുടെ പോക്കും അഭിപ്രായ വ്യത്യാസത്തിൻ്റെ മർമ്മവും എവിടെയാണെന്ന് മനസ്സിലാക്കാനാണ് ഞാൻ ഇക്കഥ ഉദ്ധരിക്കുന്നത്. മഹാനായ ഇറാഖ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു പറയുന്ന ഇതാണ്. അദ്ദേഹവും ആയത്തോതി, മാ നഹാകുമാ റബ്ബുകുമാ അൻ ഹാദിഹി ശജറ ഇല്ലാ അൻ തകൂനാ മലകൈനി ഔ തകൂനാ മിനൽ ഖാലിദീൻ. ആദിമ പിതാവ് ആദം നബി അലൈഹിസ്സലാമിനെയും മാതാവ് ഹവ്വായെയും സ്വർഗത്തിൽ നിന്ന് വഴിതെറ്റിക്കാൻ വേണ്ടി ഇബ്ലീസ് പറ്റിക്കുമ്പോൾ വിലക്കപ്പെട്ട ആ വൃക്ഷത്തിൽ നിന്ന് കനി തിന്നാൻ വേണ്ടി പ്രേരണ നൽകുന്ന സമയത്ത് ഇബ്ലീസ് പറഞ്ഞത് എന്താണ്? അള്ളാഹു ഈ വൃക്ഷത്തെ നിങ്ങളോട് വിരോധിച്ചത് നിങ്ങൾ മലക്കുകളാകുമെന്ന് കരുതിയാണ്, അല്ലെങ്കിൽ സ്വർഗത്തിൽ ശാശ്വതരായേക്കും എന്ന് വിചാരിച്ച്. അതുകൊണ്ട് തിന്നോളൂ, രണ്ടാലൊരു നേട്ടം, ഒന്നുകിൽ നിങ്ങൾ മലക്കുകളാകും അല്ലെങ്കിൽ സ്വർഗത്തിൽ ശാശ്വതമായി ജീവിക്കാൻ പറ്റും. അപ്പൊ കണ്ടോ, മനുഷ്യരെക്കാൾ വലിയ പദവിയാണ് ആദം നബി ഹവ്വ എന്നവർക്ക് കിട്ടാൻ പറ്റുന്ന, ഇനിയും കിട്ടേണ്ട വലിയ പദവിയാണ് മലക്കാവുക എന്നതല്ലേ ഇബ്ലീസ് പറയുന്നത്. അത് അല്ലാഹു ഉദ്ധരിച്ചില്ലേ? ഈ ആയത്തിൽ നിന്ന് മനസ്സിലാകുന്നത് മലക്കാണ് ഏറ്റവും വലുത്, മനുഷ്യരല്ല, അമ്പിയാക്കളെക്കാൾ വലുതാണ് മലക്കുകൾ എന്ന്. മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ തെളിവും ഇറാഖ് ഇബ്നു മാലിക്കിന്റെ തെളിവും തമ്മിൽ പൊരുതി. രണ്ടും തമ്മിൽ പരസ്പര വൈരുദ്ധ്യമാകുന്ന ഘട്ടം വന്നപ്പോ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു സദസ്സിലെ ഏറ്റവും പ്രഗത്ഭനായ പണ്ഡിതനുണ്ട്, താബിഈങ്ങളിൽ പ്രമുഖനായ മഹാൻ മുഹമ്മദ് ഇബ്നു കഅബ് അൽ ഖുറദി റളിയല്ലാഹു അൻഹു. തഫ്സീറിലും ഖുർആന്റെ വിവരണത്തിലും വലിയ കേളി കേട്ട ഖുർആൻ പണ്ഡിതനാണ് മഹാൻ. അദ്ദേഹത്തോട് ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങൾ ചോദിച്ചു, മാ തഖൂലു അൻത യാ അബാ ഹംസ. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് പോലും അദ്ദേഹത്തിന്റെ പേര് വിളിക്കാറില്ല. മുഹമ്മദ് ഇബ്നു കഅബിനെ അദ്ദേഹം വിളിക്കുന്ന അബാ ഹംസ, നിങ്ങൾ എന്ത് പറയുന്നു ഈ വിഷയത്തിൽ? അദ്ദേഹം ബൗദ്ധികമായും പ്രാമാണികമായും ആയത്തോതാതെ വസ്തുതകൾ വിവരിച്ചുകൊണ്ട് പറഞ്ഞു, അല്ലാഹു തആല നേരിട്ട് ആദരിച്ച പടപ്പാണ് ആദം നബി. അല്ലാഹു നേരിട്ട് സ്വന്തം കൈകൊണ്ട് സൃഷ്ടിച്ചവരാണ് ആദം നബി. അല്ലാഹു നേരിട്ട് സ്വന്തം ആത്മാവ് ആവഹിച്ചവരും ഊതിയവരുമാണ് ആദം നബി. അല്ലാഹു നേരിട്ട് മലക്കുകളെ കൊണ്ട് സുജൂദ് ചെയ്യിപ്പിച്ചിട്ടുണ്ട് ആദം നബിക്ക്. വേണമെങ്കിൽ ആ ആദം നബിയുടെ മക്കളിൽ അല്ലാഹു തആല അമ്പിയാക്കന്മാരെ ധാരാളം ആക്കിയിരിക്കുന്നു. മലക്കുകൾ വന്ന് ഇങ്ങോട്ട് സന്ദർശിക്കുന്ന മാന്യന്മാരായ ബഹുമാനപ്പെട്ടവരാണ് അമ്പിയാക്കളും. അമ്പിയാക്കളെ അനുകരിച്ചതുകൊണ്ട് സ്ഥാനം കിട്ടിയ ഔലിയാക്കളും. അങ്ങനെ അമ്പിയാക്കളെ സന്ദർശിക്കാൻ മലക്കുകൾക്ക് നിർദ്ദേശം നൽകി മലക്കുകളെ കൊണ്ട് സുജൂദ് ചെയ്യിപ്പിച്ചുകൊണ്ട് ആദരിച്ചിട്ടുള്ള മനുഷ്യനാണ് കേമൻ എന്ന് മുഹമ്മദ് ഇബ്നു കഅബ് അൽ ഖുറദി റളിയല്ലാഹു അൻഹു എന്ന മഹാപണ്ഡിതൻ വിവരിച്ചു. സദസ്സ് നിശബ്ദമായി. തെളിവ് ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹുവിന്റെ തെളിവല്ലെങ്കിലും മറ്റൊരു പ്രമാണത്തിലൂടെ, വസ്തുതയിലൂടെ മുഹമ്മദ് ഇബ്നു കഅബും ഈ സംഗതി ഉറപ്പിച്ചു. അള്ളാഹുവിന്റെ ഹബീബായ നബിയുടെ ഹദീസ് തന്നെ ഈ തർക്കം ഉദ്ധരിച്ച ശേഷം പണ്ഡിതന്മാർ നിരത്തുന്നു.
അപ്പോൾ തർക്കം ഉന്നയിക്കുന്ന കാലത്തെ പണ്ഡിതന്മാർക്ക് ഈ ഹദീസ് കിട്ടിയിരിക്കില്ല. ഇതറിയാൻ ആ അഭിപ്രായ വ്യത്യാസത്തിൻ്റെ പോയിന്റിലൂടെ ഞാൻ നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുന്നത്, ഇമാം ദാരിമി നിവേദനം ചെയ്ത ഹദീസ്, ഉസ്മാൻ ഇബ്നു സഈദ് ദാരിമി തങ്ങൾ അബ്ദുല്ലാഹി ഇബ്നു അംർ റളിയല്ലാഹു അൻഹു തങ്ങളെ തൊട്ട് മർഫൂആയി നബിയെ തൊട്ട് ഉദ്ധരിക്കുന്ന ഹദീസ്. സ്വർഗത്തെ അല്ലാഹു തആല സൃഷ്ടിച്ചു. സ്വർഗത്തിലെ അനുഗ്രഹങ്ങൾ മുഴുവൻ കണ്ടപ്പോൾ മലക്കുകൾ ചോദിച്ചു, യാ റബ്ബനാ, ഞങ്ങളുടെ നാഥ, ഇത് ആർക്ക് വേണ്ടി സൃഷ്ടിക്കപ്പെട്ടതാണ്? ഇത് മനുഷ്യരിൽ നല്ലവർക്ക് വേണ്ടി സൃഷ്ടിക്കപ്പെട്ടതെന്ന് അല്ലാഹുവിൻ്റെ മറുപടി. അപ്പൊ മലക്കുകൾ അല്ലാഹുവിനോട് പറഞ്ഞു, ഇജ്അൽ ലനാ ഹാദിഹി, ഇത് ഞങ്ങൾക്കാക്ക് റബ്ബേ, നഅ്കുലു മിൻഹാ വനശ്റബ്, തീറ്റയില്ലാത്ത കുടിയില്ലാത്ത ഇനി ഇതിലേക്ക് ഞങ്ങൾ താമസിപ്പിച്ചിട്ട് ഇവിടെ ഒരുക്കപ്പെട്ട ഭക്ഷണ വിഭവങ്ങളൊക്കെ തിന്നാൻ വേണ്ടി ഞങ്ങളെ പാകമാക്കണം, കുടിക്കാൻ ഞങ്ങളെ പാകമാക്കണം. ഫഇന്നക ഖലഖത ദുനിയാ ലിബനി ആദമ, ദുനിയാവിലെ സുഖങ്ങളും തീറ്റയും ഭോഗവും എല്ലാം നീ മനുഷ്യർക്ക് നൽകിയില്ലേ? ഞങ്ങളവിടെ ഭോഗിക്കില്ല, ഞങ്ങൾക്കവിടെ ഉറക്കമില്ല, ഞങ്ങൾക്കവിടെ തീറ്റയില്ല, കുടിയില്ല, ഞങ്ങളിങ്ങനെ തസ്ബീഹുമായി കഴിഞ്ഞുകൂടുന്ന ഒരു കൂട്ടം സൃഷ്ടികൾ. അപ്പൊ ദുന്യാവിൽ അതൊക്കെ അനുഭവിച്ച ആ മനുഷ്യർക്ക് പകരം ആഖിറത്തിലുള്ള ഇത് ഞങ്ങൾക്ക് വേണമെന്ന് മലക്കുകൾ അല്ലാഹുവിനോട് അപേക്ഷിച്ചപ്പോൾ അല്ലാഹു മറുപടി നൽകി, ലൻ അജ്അല സ്വാലിഹ ദുർരിയ്യതി മൻ ഖലഖതു ബിയദയ്യ കമൻ ഖുൽതു ലഹു കുൻ ഫകാൻ. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിവരിക്കുന്നു അല്ലാഹുവിൻ്റെ മറുപടി, ഞാൻ എൻ്റെ 2 കൈ കൊണ്ട് നേരിട്ട് സൃഷ്ടിച്ച പടപ്പാട് മനുഷ്യൻ ആദം. ഈ ആദം നബി അലൈഹിസ്സലാമിൻ്റെ നല്ല മക്കളെ ഞാൻ നിങ്ങളെപ്പോലെയാക്കില്ല. നിങ്ങൾ ഞാൻ ഉണ്ടാകണമെന്ന് വിചാരിച്ചപ്പോൾ ഉണ്ടായ കുൻ എന്നതുകൊണ്ടുണ്ടായ പടപ്പുകളാണ്. നേരിട്ട് രൂപപ്പെടുത്തിയതല്ല, നേരിട്ട് സൃഷ്ടിച്ചതല്ല. അള്ളാഹുവിൻ്റെ ആലമുൽ അംറു എന്ന് പറയും ഈ വിഭാഗം പടപ്പുകളെ. ആ മലക്കുകളെ പോലെയല്ല, ഞാൻ നേരിട്ട് എൻ്റെ കൈകൊണ്ട് ആദരിച്ച് സൃഷ്ടിച്ചവരെ, ഞാൻ അവരെ ആദരിക്കാൻ വേണ്ടി സൃഷ്ടിച്ചതാണിതെന്ന്. വലഖദ് കറംനാ ബനീ ആദമ വഹമൽനാഹും ഫിൽ ബർരി വൽ ബഹരി വറസഖ്നാഹും മിനത് ത്വയ്യിബാതി വഫളൽനാഹും അലാ കസീരിൻ മിമ്മൻ ഖലഖ്നാ തഫ്ളീലാ എന്ന് വിശുദ്ധ ഖുർആനും പറയുന്നുണ്ട്. ആദം സന്തതികളെ നാം ആദരിച്ചിരിക്കുന്നു. സമുദ്രത്തിലും കരയിലുമെല്ലാം അവർക്ക് സഞ്ചരിക്കാനും അതിൽ നിന്നെല്ലാം വേണ്ടതൊക്കെ എടുക്കാനും തപ്പാനും മുങ്ങാനും പറ്റുന്ന പാകത്തിൽ നാം അവരെ സൃഷ്ടിച്ചിരിക്കുന്നു. അതിനവർക്ക് സൗകര്യം ചെയ്തിരിക്കുന്നു. സമുദ്രത്തിലൂടെ സഞ്ചരിക്കാൻ കപ്പലുകളും മറ്റും നാം അവർക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നു. മുങ്ങൽ വിദഗ്ധന്മാർക്ക് മുങ്ങാൻ പറ്റുന്ന ഉപകരണങ്ങൾ നാം സൃഷ്ടിച്ചിരിക്കുന്നു. വറസഖ്നാഹും മിനത് ത്വയ്യിബാത്ത്, പരിശുദ്ധമായ വിഭവങ്ങൾ തീറ്റക്കും കുടിക്കും മറ്റുപയോഗത്തിനും നാം അവർക്ക് നൽകിയിരിക്കുന്നു. വഫളൽനാഹും അലാ കസീരിൻ മിമ്മൻ ഖലഖ്നാ തഫ്ളീലാ, നാം സൃഷ്ടിച്ചിട്ടുള്ള ധാരാളം പടപ്പുകളെക്കാളും മനുഷ്യർ തന്നെ ഉത്കൃഷ്ടർ. ഈ ധാരാളം എന്നല്ലേ പറഞ്ഞത്? അപ്പോൾ കുറച്ചു കൂട്ടരേക്കാൾ മനുഷ്യർ താഴ്ച തന്നെ. അതുകൊണ്ട് മലക്കുകളാണ് ആ ധാരാളത്തിൽ നിന്ന് ഒഴിവുള്ള കുറഞ്ഞവർ. മലക്കുകളാണ് കേമന്മാർ എന്ന് പറയുന്നവർ ഈ ആയത്ത് തന്നെ പറയുന്നു. പക്ഷേ അഹ്ലുസുന്നത്തിലെ ഇമാമുകൾ ഈ ആയത്തിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് അല്ലാഹുവിൻ്റെ റസൂൽ വിവരിക്കുന്ന ഹദീസ് ഉദ്ധരിക്കുന്നു. ഇമാം ത്വബറാനി നിവേദനം ചെയ്ത ഒരു ഹദീസിൽ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെ വിവരിക്കുന്നതായി ഈ തർക്കം അവസാനിപ്പിക്കാൻ പറ്റുന്ന ഒരു ഭാഗമുണ്ട്. മാ ശൈഉൻ അക്റമ അലല്ലാഹി യൗമൽ ഖിയാമ മിൻ ഇബ്നി ആദം, മനുഷ്യനേക്കാൾ അന്ത്യദിനത്തിൽ ആഖിറത്തിൽ കേമന്മാരായിട്ട് ശ്രേഷ്ഠന്മാരായിട്ട് മറ്റാരുമില്ല. ഖീല യാ റസൂലല്ലാഹ് വലൽ മലായിക, അല്ലാഹുവിൻ്റെ റസൂലേ, മലക്കുകളും മനുഷ്യരെക്കാൾ ശ്രേഷ്ഠരല്ലയോ? ഖാൽ വലൽ മലായിക, മലക്കുകളും മനുഷ്യരെക്കാൾ ശ്രേഷ്ഠരല്ല. മലക്കുകളെക്കാൾ ശ്രേഷ്ഠർ മനുഷ്യർ തന്നെ. അൽ മലായികത്തു മജ്ബൂറൂൻ ബിമൻസിലത്തി ശംസി വൽ ഖമർ, സൂര്യൻ ചന്ദ്രൻ എന്നൊക്കെ സൃഷ്ടികൾ കുല്ലും ഫീ ഫലകി യസ്ബഹൂൻ, അവയുടെ ഭ്രമണപഥത്തിൽ കറങ്ങിക്കൊണ്ടിരിക്കുന്നത് പോലെ അള്ളാഹു പ്രത്യേകമായ ഒരു രൂപത്തിൽ ശൈലിയിൽ സൃഷ്ടിച്ചിട്ട് അതുപോലെ കറക്കിക്കൊണ്ടിരിക്കുകയും പ്രവർത്തിപ്പിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന മലക്കുകൾ എങ്ങനെ സ്വന്തം ഇഷ്ടാനുസരണം നന്നാകുന്ന മനുഷ്യനേക്കാൾ കേമന്മാരാകും? അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. നബിയുടെ വാക്കോടുകൂടെ തർക്കം അവസാനിപ്പിക്കാം. ഇമാം ത്വബറാനി ഹദീസ് നിവേദനം ചെയ്തിട്ടുണ്ട്.
ഈ ഹദീസ് അല്ലാമ ഇബ്നു കസീർ തൻ്റെ തഫ്സീറിൽ ഈ വാക്യത്തിൻ്റെ വ്യാഖ്യാനമായി ഉദ്ധരിച്ചിട്ട് എല്ലാ മലക്കുകളെക്കാളും മനുഷ്യവർഗം കേമന്മാരും ഉത്കൃഷ്ടന്മാരും ശ്രേഷ്ഠന്മാരുമാകുന്നു എന്നുറപ്പിച്ചു പറയുന്നു. മറുവിഭാഗം തെളിവില്ലാതെ പറയുകയല്ല. 20-ൽ പരം പ്രമാണങ്ങളും 12 ബൗദ്ധിക തെളിവുകളും മലക്കുകളാണ് ഉത്കൃഷ്ടന്മാർ എന്നതിന് ഉദ്ധരിച്ചിട്ടുള്ള പണ്ഡിതന്മാരുടേത് മഹാനായ അല്ലാമ ഇമാം റാസി റളിയല്ലാഹു തആല അൻഹു തങ്ങളവർകൾ നിരൂപണം നടത്തിയ ശേഷം വളരെ വ്യക്തമായ ഒരായത്തുകൊണ്ട് മനുഷ്യൻ തന്നെയാകുന്നു മലക്കുകളെക്കാൾ ഉത്കൃഷ്ടൻ എന്ന് പറയുന്ന ന്യായത്തെ അദ്ദേഹം ശരിവെക്കുന്നു. അതേറ്റവും ശക്തമായ പ്രമാണമാണെന്നും ഫഖ്റുദ്ദീൻ റാസി റളിയല്ലാഹു അൻഹു വിവരിക്കുന്നു. എന്താണ് ആയത്ത്? സൂറ ആൽ ഇംറാനിലെ 33-ാമത്തെ ആയത്ത്, ഇന്നല്ലാഹ അസ്തഫാ ആദമ വനൂഹൻ വആല ഇബ്രാഹീമ വആല ഇംറാന അലൽ ആലമീൻ. അല്ലാഹു തആല ആദം നബിയെയും നൂഹ് നബിയെയും ഇബ്രാഹിം നബിയെ മാത്രമല്ല ഇബ്രാഹിം നബിയുടെ മക്കൾ കുടുംബത്തെയും ഇമ്രാന്റെ കുടുംബത്തിലെ ഈസാ നബി അലൈഹിസ്സലാമും ഈസാന്റെ ഉമ്മ മറിയം റളിയല്ലാഹു അൻഹായും അടക്കമുള്ളവരെയും അലൽ ആലമീൻ ലോകരെല്ലാവരെക്കാളും ശ്രേഷ്ഠരാക്കിയിരിക്കുന്നു, തെരഞ്ഞെടുത്തിരിക്കുന്നു, പദവി നൽകിയിരിക്കുന്നു എന്ന് അല്ലാഹു. എങ്കിൽ ഇവരിൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളില്ലല്ലോ? ഉണ്ട്. വആല ഇബ്രാഹിം, ഇബ്രാഹിം കുടുംബം എന്നതിൽ ഇബ്രാഹിം നബിയുടെ നേരെ പുത്രൻ ഇസ്മായിൽ നബി അലൈഹിസ്സലാമിന്റെ പരമ്പരയിലെ മുത്താണല്ലോ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. അതുകൊണ്ട് ആരംഭ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും ഇതിലുണ്ട്. ഇനി ഇല്ലെങ്കിൽ തന്നെ നബി തങ്ങൾ വരെയുള്ള എല്ലാവരെക്കാളും എന്ന് ഈ ആയത്തിലുണ്ട്. ആലു ഇമ്രാൻ എന്ന് ഈ സൂറത്തിന് പേരു തന്നെ ഈ ആയത്തുണ്ടായതുകൊണ്ടാണ്. വളരെ വലിയൊരു സൂറത്തല്ലേ അത്. സൂറത്തുൽ ബഖറ കഴിഞ്ഞാൽ പിന്നെ വലിയ സൂറത്ത് ആ സൂറത്തു ആലു ഇമ്രാൻ, 200 ആയത്തുള്ളൊരു സൂറത്ത്. ഈ സൂറത്തിന് ആലു ഇമ്രാൻ പേര് വെക്കുന്നത് ഈ ഒരു ഭാഗമാണ്, ഈ ഒരൊറ്റ ഭാഗം. ഇമ്രാന്റെ കുടുംബത്തിന് ലോകരേക്കാൾ ശ്രേഷ്ഠതയുണ്ട്. ഇങ്ങനെ പറയാൻ ഈസാ നബി അലൈഹിസ്സലാമിനെയും മാതാവ് മറിയമിനെയും ഉദ്ദേശിച്ചുകൊണ്ടാണ് ഇമ്രാന്റെ കുടുംബം എന്ന് പറയുന്നത്. ഈ ഇമ്രാന്റെ കുടുംബത്തെ അല്ലാഹു തആല അന്ന് വരെയുള്ള ലോകരേക്കാൾ എന്ന് പറഞ്ഞതിൽ മലക്കുകൾ ഏതായാലും പെടുമല്ലോ. മലക്കുകൾ ഇവരുടെ ഒക്കെ മുമ്പ് സൃഷ്ടിച്ചിട്ടുണ്ടല്ലോ. മനുഷ്യന്റെ മുമ്പ് സൃഷ്ടിക്കപ്പെട്ടവരല്ലേ മലക്കുകൾ? ജിന്നിന്റെയും മുമ്പ് സൃഷ്ടിക്കപ്പെട്ടവരല്ലേ മലക്കുകൾ? അതുകൊണ്ട് മലക്കുകളെക്കാൾ ഏതായാലും ഇവർ ഉത്കൃഷ്ടരാകുന്നു എന്ന് ഈ ആയത്തിലുണ്ടെന്നും ഈ പ്രമാണത്തെ ഖണ്ഡിക്കാൻ മറുപക്ഷത്തിന് പറ്റില്ലെന്നും പറഞ്ഞുകൊണ്ടാണ് മഹാനായ ഇമാം റാസി റളിയല്ലാഹു അൻഹു പേജുകളോളം വരുന്ന ഈ വിഷയത്തിലെ ചർച്ച അവസാനിപ്പിക്കുന്നത്. നമുക്കും ഇവിടെ ചർച്ച അവസാനിപ്പിക്കാം. മലക്കുകളെക്കാൾ ഉത്കൃഷ്ടർ നമ്മുടെ അമ്പിയാക്കന്മാരടക്കമുള്ള മനുഷ്യവർഗം തന്നെ. നമ്മുടെ അഖീദയുടെ കിതാബുകളിലും നമ്മൾ പഠിപ്പിക്കുന്നത് ഇതാണ്. നമ്മളൊക്കെ മനസ്സിലാക്കേണ്ടതും അതാണ്. നമ്മൾ മനസ്സിലാക്കി വരുന്നതും അങ്ങനെയാണ്. പക്ഷേ സാധാരണക്കാരായ നമ്മൾ മലക്കുകളെക്കാൾ ഉത്കൃഷ്ടരാണ് എന്ന് ധരിക്കരുത്. നമ്മുടെ വർഗം, നമ്മുടെ ജിൻസ്, നമ്മുടെ സമൂഹം, മനുഷ്യ സമൂഹം, മാനവ സമൂഹം, മർത്യകുലം, ഈ കുലം ഒന്നിച്ചു നോക്കിയാൽ ആദം നബി മുതൽക്ക് ഖിയാമം വരെയുള്ള മനുഷ്യവർഗം അമ്പിയാക്കന്മാരുള്ളതുകൊണ്ട്, അവരടക്കമുള്ള ഔലിയാക്കന്മാരുള്ളതുകൊണ്ട് ഈ സമൂഹമാകുന്നു, മനുഷ്യരാകുന്നു മലക്കുകളെക്കാൾ കേന്മാർ ഏറ്റവും ശ്രേഷ്ഠതയുള്ളവർ. തർക്കം ആഖിറത്തിന്റെ കാര്യത്തിലാണ്. ആഖിറത്തിലെ പദവിയും പരലോകത്തെ പദവിയും ആർക്ക് എന്നതിൽ. ദുന്യാവിൽ നമുക്കറിയാത്ത ഒരുപാട് കാര്യങ്ങൾ മലക്കുകൾക്കറിയും. ദുന്യാവിൽ നമുക്ക് പറ്റാത്ത ഒരു കാര്യങ്ങൾ ചെയ്യാൻ മലക്കുകൾക്ക് കഴിയും. ദുന്യാവിൽ നമുക്കില്ലാത്ത ഒരുപാട് സവിശേഷതകൾ അല്ലാഹു തആല മലക്കുകൾക്ക് നൽകിയിട്ടുണ്ട്. അവിടെയല്ല അഹ്ലുസുന്നത്തും മുഅ്തസിലത്തും തമ്മിലും അഹ്ലുസുന്നത്തിലെ ചില പണ്ഡിതന്മാർ തമ്മിലുമുള്ള തർക്കം. പരലോകത്തുള്ള ശ്രേഷ്ഠതയും പദവിയും. നമ്മൾ ശ്രേഷ്ഠത എന്ന് പറയുന്ന ഒക്കെ അതില ഏറ്റവും മുന്തിയ ആൾ അള്ളാഹിൻ്റെ റസൂല് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം പരലോകത്ത് ഏറ്റവും പദവിയുള്ളത് അള്ളാഹുവിൻ്റെ റസൂല്. അത് കഴിഞ്ഞാൽ പിന്നെ ഉമ്മത്തിൽ സിദ്ദീഖ് എന്നവർ എന്ന് പറഞ്ഞാൽ ഏറ്റവും പദവിയുള്ളവരും സ്ഥാനമുള്ളവരും സവാബ് പെരുത്തവരും ബഹുമാനപ്പെട്ട സിദ്ദീഖുൽ അക്ബർ. ഇങ്ങനെ തന്നെ അതിൻ്റെ അർത്ഥം. ഈ അർത്ഥത്തിൽ മലക്കുകളെക്കാൾ പരലോകത്ത് കേമന്മാർ മനുഷ്യർ തന്നെയാകുന്നു എന്ന്. ഇവിടെയാണ് തർക്കം. പക്ഷേ തർക്കമില്ലാത്തൊരു വസ്തുതയുണ്ട്. മലക്കുകൾക്കില്ലാത്ത ഒരുപാട് സവിശേഷതകൾ മനുഷ്യകുലത്തിന് അല്ലാഹു തആല നൽകിയിട്ടുണ്ട്.
നമുക്കില്ലാത്ത പലതും മലക്കുകൾക്കും നൽകിയിട്ടുണ്ട്. അതവിടെ ഇരിക്കട്ടെ, നമ്മളെക്കുറിച്ച് പഠിക്കുക. മലക്കുകൾക്കില്ലാത്ത, ജിന്നുകൾക്കും മറ്റു ജീവജാലങ്ങൾക്കും തീരെയില്ലാത്ത, മലക്കുകൾക്കുമില്ലാത്ത അനേകം സ്ഥാനമാനങ്ങൾ അല്ലാഹു തആല നമുക്ക് നൽകിയിട്ടുണ്ട്. നമുക്ക് അല്ലാഹു നൽകിയ സ്ഥാനങ്ങൾ വളരെ ചുരുങ്ങിയ രീതിയിൽ നമുക്കൊന്ന് വിലയിരുത്താം. അതിൽ വരും മലക്കുകൾക്കില്ലാത്ത പദവികളും മറ്റും. ഒന്ന്, അതിസുന്ദരമായ ആകാരം. നമ്മുടെ ഈ കാണുന്ന ആകാരം, നമ്മുടെ ഖൽഖ്, നമ്മുടെ സൂറ, നമ്മുടെ ഈ രൂപം അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചിട്ടുള്ള ജീവജാലങ്ങളിൽ ഏറ്റവും മുന്തിയ രൂപമാണ്. ഏറ്റവും പവിത്രമായ രൂപം, ഏറ്റവും കാണാൻ ചന്തമുള്ള രൂപം. ഇതിനേക്കാൾ സുന്ദരമായ വേറൊരു രൂപമില്ല. കാണാൻ ഏറ്റവും സുന്ദരമായ ജീവിയായി മയിലിനെ നമ്മൾ എണ്ണിയാലും അത് വർണ്ണങ്ങളാണ്. പക്ഷേ ആ രൂപം, ഏത് രൂപം, ജീവിയുടെ രൂപം നോക്കിയാലും നമ്മെപ്പോലെയുള്ള രൂപത്തിൽ അല്ലാഹു തആല ഒരു ജീവിയെയും പടച്ചിട്ടില്ല. രണ്ടു കാലിന്മേൽ തല ഉയർത്തി നട്ടെല്ലു നിവർത്തി നിൽക്കുന്ന ഒരു പടപ്പ് മനുഷ്യരല്ലാതെ വേറെ ആരെങ്കിലും അല്ലാഹു തആലാന്റെ പടപ്പിലുണ്ടോ? മനുഷ്യരുടെ പരിണാമവാദികളുടെ വാദത്തിൽ മനുഷ്യരോട് ഏറ്റവും അടുത്ത് നിൽക്കുന്നത്, മനുഷ്യന്റെ ഏറ്റവും മുമ്പത്തെ ആദ്യാവസ്ഥ കുരങ്ങ്, വാനരനാണ്. വാനരന്റെ വാൽ മുറിഞ്ഞതാണ് നരൻ എന്ന് പറയുന്ന ആ പരിണാമ സിദ്ധാന്തക്കാർ തിരുത്തി എഴുതപ്പെടുന്നുണ്ട്. ഇത് വേറെ പോകട്ടെ, ഇസ്ലാമിനൊട്ടും നിരക്കുന്നതുമല്ല ആ തിയറി. എന്നാലും ആ നിലയിൽ നോക്കുമ്പോൾ നമ്മളെപ്പോലെ ഏതാണ്ട് ചിരിക്കുന്ന നമ്മളോട് സമാനം ഇളിക്കുന്ന കുരങ്ങ്, പിടിക്കുന്ന നമുക്ക് സമാനം പിടിക്കാൻ നോക്കുന്ന കുരങ്ങ്, ആ കുരങ്ങ് വരെ നടക്കുന്നത് എങ്ങനെയാണ്? മുഖം ഭൂമിയിലേക്ക് കുത്തിയാണ്. മുഖം ഭൂമിയിലേക്കായിട്ടല്ലാതെ ഒരു ജീവിക്കും നടക്കാൻ കഴിയില്ല. ആകാശത്തിലൂടെ തല ഉയർത്തി പറക്കുന്ന പറവകൾ കാണാം. പക്ഷെ ആ പറവകൾക്ക് കാലുണ്ടല്ലോ, ആ കാലിന്മേൽ നിന്നാൽ മുഖം താഴേക്കാകും. മുൻകബ്ബൻ അലാ വജ്ഹി, മുഖം കീഴ്പോട്ട് കൂപ്പുകുത്തിയിട്ട്. മനുഷ്യനങ്ങനെയല്ല, മുഖം നേർക്കുനേരെ മുവാജഹത്തിന് ശരിക്കും അഭിമുഖീകരിക്കാൻ പറ്റുന്ന മുഖത്തിൽ തന്നെ നട്ടെല്ലു നിവർത്തിക്കൊണ്ട് നിൽക്കുന്ന ഒരു ജീവി മനുഷ്യനല്ലാതെ ഏതാണ്? സ്വന്തം കൈകൊണ്ട് പിടിച്ചിട്ട് വായിലേക്ക് വസ്തുക്കൾ കൊണ്ടുപോകാൻ, തീറ്റയും കുടിയും പാനീയങ്ങളും അതുപോലെ തീറ്റ വസ്തുക്കൾ ഉപയോഗിക്കാൻ കൈ ഉപയോഗിച്ചിട്ട് വായയിലേക്ക് സൗകര്യം പോലെ കൊണ്ടുപോകാൻ പറ്റുന്ന ജീവി ഏതാണ്? കൈ കൊണ്ട് പിടിക്കുകയോ കാലുകൊണ്ട് ചവിട്ടി പിടിക്കുകയോ ചെയ്യും മറ്റു ജീവികൾ. വായ കൊണ്ട് വേണം അവ തിന്നാൻ. മനുഷ്യനങ്ങനെയല്ല, കൈ കൊണ്ട് എവിടെയാണെങ്കിലും പറിച്ചിട്ട് പിടിച്ചിട്ട് വായയിലേക്ക് കൊണ്ടുപോയി വായൻ്റെ ഉള്ളിലേക്ക് വരെ ഇടാൻ പറ്റും. വേണ്ടാത്തത് വായയുടെ ഉള്ളിൽ കൈയിട്ടിട്ട് ഛർദ്ദിക്കാനും പറ്റും. ആ വിധം കൈ വായയിലേക്ക് കൊണ്ടുപോകാൻ സൗകര്യമുള്ള അല്ലാഹു തആല സൃഷ്ടിച്ച ഒരു രൂപി വേറെയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ വ്യക്തമായി വിശുദ്ധ ഖുർആനിൽ വ്യക്തമാക്കിയതാണിത്. വത്തീൻ വസ്സൈതൂൻ വതൂരി സീനീന വഹാദൽ ബലദിൽ അമീൻ. അത്തിപ്പഴം, ഒലീവ് വൃക്ഷം, തൂരിസീന പർവ്വതം, മക്ക എന്ന പുണ്യരാജ്യം, ഇതെല്ലാം പിടിച്ച് സത്യം ചെയ്ത ശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്ന വസ്തുത എന്താണ്? ആശയം ആണയിട്ടുറപ്പിച്ചു പറയുന്നത്, ലഖദ് ഖലഖ്നൽ ഇൻസാൻ, മനുഷ്യവർഗത്തെ നാം സൃഷ്ടിച്ചിരിക്കുന്നു, ഫീ അഹ്സനി തഖ്വീം, ഏറ്റവും സുന്ദരമായ രൂപത്തിൽ. ഇബ്നു അബ്ബാസ്, മുജാഹിദ്, അബുൽ ആലിയ, ഇബ്രാഹിമുൻ നഖഈ തുടങ്ങിയിട്ട് പ്രഗൽഭ പണ്ഡിതന്മാരൊക്കെ ഈ ആയത്തിന് തഫ്സീർ ചെയ്യുന്നത് ഫീ അഹ്സനി സൂറ, ഫീ അഹ്സനി ഖൽഖ്, ഏറ്റവും സുന്ദരമായ ആകാരം, ഏറ്റവും സുന്ദരമായ രൂപം എന്നാണ്. ഈ രൂപത്തോളം സുന്ദരമായ, ഈ രൂപത്തോളം സൗന്ദര്യമുള്ള ഒരു പടപ്പ് അല്ലാഹുവിൻ്റെ സൃഷ്ടികളിൽ വേറെയില്ല. മഹാനായ അബൂ ജഅഫർ മൻസൂർ എന്ന വലിയ ഭരണാധികാരി ഖലീഫ, ആ ഖലീഫയുടെ വലിയുൽ അഹദ് പിൻഗാമിയായി നോമിനേറ്റ് ചെയ്യപ്പെട്ട ആളായിരുന്നു ഈസ ഇബ്നു മൂസ അൽ ഹാഷിമി റളിയല്ലാഹു അൻഹു തങ്ങളാണ്. ഈസ ഇബ്നു മൂസ ജഅഫർ മൻസൂർ, അബൂ ജഅഫർ മൻസൂർ തനിക്കു ശേഷം പിൻഗാമിയായി നിയോഗിച്ചിരുന്നു. പക്ഷെ പിന്നീട് തൻ്റെ മകനു വേണ്ടി ഇദ്ദേഹത്തെ ആ സ്ഥാനത്തിൽ നിന്ന് ഒഴിവാക്കി. എങ്കിലും ഏറ്റവും ഇഷ്ടപ്പെട്ടയാൾ അദ്ദേഹം ഒരിക്കൽ പൂനിലാവുള്ള ഒരു രാത്രി തൻ്റെ കൊട്ടാരത്തിൻ്റെ വീടിൻ്റെ മട്ടുപ്പാവിലിരുന്ന് പൂനിലാവ്, തൂവെള്ള നിലാവ്, തൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഭാര്യ, തനിക്കവരെ വേർപ്പെട്ട് ജീവിക്കാൻ പറ്റാത്ത ഭാര്യ, ആ ഭാര്യയുടെ മുഖത്തെ കടിച്ചപ്പോൾ തിളങ്ങുന്ന
വളരെ കാണാൻ ചന്തമുള്ള ആ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു, അന്തി ത്വാലിഖുൻ സലാസ ഇല്ലം തകൂനി അഹ്സന മിൻ ഹാദൽ ഖമർ. ഈ കാണുന്ന പൗർണമി ചന്ദ്രൻ, ഈ ചന്ദ്രനേക്കാൾ നീയാണ് ഏറ്റവും സുന്ദരി. ഞാൻ അങ്ങനെ ഉറച്ചു വിശ്വസിക്കുന്നു. അങ്ങനെയല്ലെങ്കിൽ നിന്റെ 3 ത്വലാഖും പോയി. എത്ര കർക്കശമായ ഭാഷ! ഈ ചന്ദ്രനേക്കാൾ സൗന്ദര്യം നിന്റെ മുഖത്തിനില്ലേ? ഞാൻ ഈ 3 ത്വലാഖും പോയവളാണ്. പെട്ടെന്നു തന്നെ ഭക്തയായ, വിശ്വസ്തയായ, വിശ്വാസിനിയായ ആ മഹദി ഈ ഭർത്താവിൻ്റെ സദസ്സിൽ നിന്ന് എഴുന്നേറ്റു. വീടിനകത്തേക്ക് പോയി. ഭർത്താവിനെ കാണുമ്പോൾ മറഞ്ഞിരുന്നു. ഒരിക്കലും ഭർത്താവിനെ കാണാൻ കൂട്ടാക്കിയില്ല. കാരണം ത്വലാഖ് ചൊല്ലിയിട്ടുണ്ട്. ത്വലാഖ് ചൊല്ലിയ ഭർത്താവിൻ്റെ മുമ്പിൽ പിന്നെ നിൽക്കാൻ പാടില്ല. ആ ഭർത്താവിനെ തൊട്ട് മറപാലിക്കണം. അതുകൊണ്ട് ഈ കാര്യത്തിൽ ഉറപ്പ് കിട്ടുന്നത് വരെ 3 ത്വലാഖും പിരിക്കപ്പെട്ടവളാണ് ഞാൻ, ഇദ്ദ ആചരിക്കേണ്ടവളാണ്. അതുകൊണ്ട് ഞാൻ മാറി നിൽക്കുന്നു എന്ന് പറഞ്ഞു. അന്നത്തെ ഒരു രാത്രി ഈസ ഇബ്നു മൂസ തൻ്റെ ജീവിതത്തിൽ അനുഭവിച്ച ഏറ്റവും ക്ലിഷ്ടമായ രാത്രി, ഒരു ഭയങ്കര രാത്രി തന്നെ. ആ രാത്രി അങ്ങ് കഴിഞ്ഞു കിട്ടാൻ ഈസ ഇബ്നു മൂസ വിഷമിച്ചു. അതിനേരം വെളുത്തു തന്നെ തൻ്റെ ഖലീഫ, ഏറ്റവും പ്രിയപ്പെട്ട രാജ്യത്തെ ഖലീഫ അബൂ ജഅഫർ അൽ മൻസൂർ തങ്ങളുടെ സമീപത്തെത്തി. അബ്ബാസി ഭരണാധികാരികളിലെ പ്രഗത്ഭനാണ്. അദ്ദേഹത്തോട് പോയി വിവരം പറഞ്ഞു. ഞാൻ കുഴഞ്ഞല്ലോ, അവളില്ലാതെ എനിക്ക് ജീവിക്കാൻ കഴിയില്ല. അവളെ വേർപിരിഞ്ഞുള്ളൊരു ജീവിതം എനിക്ക് ചിന്തിക്കാൻ പറ്റില്ല. അവൾ എന്നിൽ നിന്ന് വേർപിരിഞ്ഞിരിക്കുന്നു. 3 ത്വലാഖും ചൊല്ലപ്പെട്ടവളാണെന്ന് എൻ്റെ വായിൽ നിന്ന് വന്നുപോയി. സംഭവം ഇതാണ് ഞാൻ പറഞ്ഞത്. അതുകൊണ്ടാകെ ബുദ്ധിമുട്ടിയല്ലോ, പരിഹാരം വേണം. അബൂ ജഅഫർ അൽ മൻസൂർ തൻ്റെ രാജ്യത്തുള്ള എല്ലാ പണ്ഡിതന്മാരെയും ഫുഖഹാക്കളെയും വിളിച്ചു വരുത്തി. എല്ലാവരും സന്നിഹിതരായി. അതാണ് അന്നത്തെ ഖലീഫമാരുടെ രീതി. പണ്ഡിതന്മാരെ വിളിച്ചു വരുത്തിയിട്ട് പണ്ഡിത ചർച്ച നടത്തും. ആ ചർച്ചയിൽ ഉരുത്തിരിഞ്ഞ ശരിയായ ഫത്വ പ്രകാരമല്ലാതെ, അതനുകൂലമാകട്ടെ പ്രതികൂലമാകട്ടെ, മിക്കവാറും അനുകൂലമായി കിട്ടാൻ വേണ്ട തന്ത്രമുള്ള സൂത്രശാലികളായ ബുദ്ധിയുള്ള പണ്ഡിതന്മാരെ അവർ ഉണ്ടാക്കും. ആ പണ്ഡിതന്മാരുമായി ബന്ധപ്പെട്ടിട്ട് ഫത്വ ശേഖരിക്കും. ഫത്വ പ്രകാരമല്ലാതെ ഒന്നും ചെയ്യില്ല. അബൂ ജഅഫർ അൽ മൻസൂർ തൻ്റെ ഫുഖഹാനെ മുഴുവൻ വിളിച്ചു വരുത്തി. എല്ലാവരെയും വിളിച്ചു വരുത്തിയിട്ട് സംഗതി പറഞ്ഞു. എൻ്റെ പ്രിയപ്പെട്ട ഈസ, എൻ്റെ ശേഷം പിൻഗാമിയായി ഭരണത്തിൽ വരേണ്ടയാൾ വലിയുൽ അഹദ് എന്ന് പറഞ്ഞാൽ അന്നത്തെ ഒരു വലിയ ആൾ തന്നെ. ഈ ആൾ മരിച്ചാൽ പിന്നെ അയാളാണെന്ന് ഇപ്പം തന്നെ ആക്കിച്ചു എന്നർത്ഥം. അങ്ങനെയുള്ള ഒരാൾ. അപ്പം അദ്ദേഹം വന്ന് ബുദ്ധിമുട്ടിയ ഒരു പ്രയാസപ്പെട്ട ഒരു സംഭവമാണ്. അതുകൊണ്ട് ഫത്വ വേണം. എല്ലാവരും പറഞ്ഞു ഒരു നിവൃത്തിയില്ല. ചന്ദ്രനോടല്ലേ മനുഷ്യനെ ഉപമിക്കാറ്? ചന്ദ്രമുഖി എന്ന് പറഞ്ഞാൽ ചന്ദ്രനോടൊത്താണ് മനുഷ്യൻ്റെ മുഖം. ഏറ്റവും സുഖമുള്ള മുഖമോ സൗന്ദര്യമുള്ള മുഖമോ പറയാൻ ചന്ദ്രനോട് ഉപമിക്കുകയാണ് ചെയ്യുക. അപ്പോൾ ചന്ദ്രൻ തന്നെയാണ് സുന്ദരൻ. ചന്ദ്രനോളം സൗന്ദര്യം മനുഷ്യമുഖത്തിനുണ്ടാവില്ല. അതുകൊണ്ട് 3 ത്വലാഖും പോയി. ഒരാൾ മാത്രം ഒന്നും മിണ്ടാതെ മൂകനായിരിക്കുന്നു. അബൂ ജഅഫർ അൽ മൻസൂർ ചോദിച്ചു, മലക് ലാ തതകല്ലം, നിങ്ങൾ എന്താ മിണ്ടാത്തത്? ഖാദി യഹ്യ ഇബ്നു അബീ അക്സമായിരുന്നു അദ്ദേഹം. അബൂ ഹനീഫ റളിയല്ലാഹു അൻഹുവിൻ്റെ പ്രിയപ്പെട്ട ശിഷ്യനാണ്. ആ സദസ്സിൽ വെച്ച് വാഗ്വാദം നടത്തുന്ന വീരപണ്ഡിതനാണ്. അദ്ദേഹത്തോട് ചോദിച്ചു, നിങ്ങളെന്താണ് മിണ്ടാത്തത്? ലഖദ് ഖലഖ്നൽ ഇൻസാൻ ഫീ അഹ്സനി തഖ്വീം. അല്ലാഹുവിൻ്റെ വാക്കാണിത് ഖലീഫ അമീറുൽ മുഅ്മിനീൻ അല്ലാഹു പറഞ്ഞതാണ് ഈ വാക്ക്. അല്ലാഹുവിൻ്റെ വാക്കിൽ നിന്ന് മനസ്സിലാകുന്നത് ഫൽ ഇൻസാൻ അഹ്സനുൽ അഷ്യാ വലാ ശൈഅ അഹ്സനു മിൻഹു. മനുഷ്യനോളം ചന്തമുള്ള മറ്റൊന്നില്ല. അല്ലാഹു സൃഷ്ടിച്ച സൃഷ്ടിപ്പിൽ, അല്ലാഹു സൃഷ്ടിച്ച ആകാരത്തിൽ, അല്ലാഹു സൃഷ്ടിച്ച രൂപത്തിൽ വെച്ച് ഏറ്റവും ചന്തമുള്ള രൂപം മനുഷ്യൻ്റെ രൂപമാണ്. നട്ടെല്ല് നിവർത്തി കൈകൊണ്ട് ഉപയോഗിച്ച് കാണാൻ സുഖമുള്ള, കാണാൻ പാകമുള്ള കണ്ണും മൂക്കും ചുണ്ടും കാതും കയ്യും കാലും അതിൻ്റെ കൃത്യ അളവിലുള്ള ശരിയായ കൃത്യരൂപത്തിൽ അല്ലാഹു സംവിധാനിച്ചിട്ടുള്ള, അതല്ലേ നേരിട്ടെൻ്റെ കൈ കൊണ്ട് ഞാൻ രൂപപ്പെടുത്തിയിട്ടുള്ള എന്നുള്ള പറഞ്ഞത്. നേരിട്ട് ഞാൻ എൻ്റെ കൈ കൊണ്ട് രൂപപ്പെടുത്തിയിട്ടുള്ള, അള്ളാഹ്ക്ക് കൈയുണ്ടായിട്ടല്ല. നേരിട്ട് അല്ലാഹു തആല ഉണ്ടാകണമെന്ന് അല്ലാഹു വേണ്ടുക വെച്ചുണ്ടായതല്ല. രൂപപ്പെടുത്തി മാസങ്ങളോളം വർഷങ്ങളോളം കാത്തിരുന്നിട്ട് അല്ലാഹു തആല സംവിധാനിച്ചൊരുക്കി ഉണ്ടാക്കിയിട്ടുള്ള, ആസൂത്രണത്തോട് ഒരുക്കിയിട്ടുള്ള രൂപമാണ്. അതിനൊത്ത ഒരു രൂപം വേറെയില്ല. ഖലീഫ മൻസൂർ പറഞ്ഞു, ശരി, ഇതാണ് അൽ അംറു കമാ ഖാൽ. ഇദ്ദേഹം പറഞ്ഞതാണ് വസ്തുത. അതുകൊണ്ട് ഈസ
അഖ്ബിൽ അലാ സൗജതിക്, നിങ്ങൾ നിങ്ങളുടെ ഭാര്യയുടെ അടുത്ത് പോയിക്കോളൂ, ഞാൻ ആളെ വിടാം. ഭാര്യയുടെ അടുത്തേക്കും ആളെ വിട്ടു. നിന്റെ ത്വലാഖ് പോയിട്ടില്ല. ചന്ദ്രനേക്കാൾ നീ എന്നല്ല, മനുഷ്യരിലെ 7ാം ക്ലാസ്സിന്റെ ഏറ്റവും മോശപ്പെട്ട അടുക്കളയിലെ വെപ്പാട്ടി വരെ മനുഷ്യൻ ചന്ദ്രനേക്കാൾ മുന്തിയ സൗന്ദര്യനാണ്. മനുഷ്യനോ മനുഷ്യത്തെയോ ആവട്ടെ, ചന്ദ്രനേക്കാൾ സുന്ദര രൂപം നീ തന്നെ. അതുപോലെ മനുഷ്യരിലെ എല്ലാവരും. അതുകൊണ്ട് ത്വലാഖ് പോയിട്ടില്ല. അഫീഇ സൗജക്കി, നീ നിന്റെ ഭർത്താവിന് വഴിപ്പെടണം, നീ മറയേണ്ട, ഭർത്താവിൻ്റെ കൂടെ കഴിയണം എന്ന് ഓർഡർ. ഖലീഫ ഓർഡർ പുറപ്പെടുവിച്ചത് ഈ ഒരു രൂപം വെച്ചിട്ടാണ്. മഹാനായ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, എത്ര ശരി, ഏറ്റവും മുന്തിയ അല്ലാഹു തആലാന്റെ പടപ്പിന് ഏറ്റവും മുന്തിയ ആകാരം, ഏറ്റവും മുന്തിയ രൂപം, ആഖിറത്തിൽ ഏറ്റവും മുന്തിയ വീര്യപ്പെട്ട പടപ്പെന്ന് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ മനുഷ്യൻ, ദുന്യാവിൽ ഏറ്റവും മുന്തിയ രൂപം, ഏറ്റവും മുന്തിയ ആകാരം, ഇത് മനുഷ്യന്റെ പ്രത്യേകതയാണ്. എന്നാ പിന്നെ മലക്കോ നോക്കും, മലക്ക് എങ്ങനെയാണെന്ന് അറിയൂല. ഒന്നാമത് പ്രകാശത്തിൻ്റെ പടപ്പാണ് എന്ന് നമ്മൾ പറയും. പ്രകാശത്തിൻ്റെ പടപ്പാന്ന് പറയുമ്പോൾ ട്യൂബ് പോലെ എങ്ങനെ പ്രകാശിക്കുക എന്ന് മനസ്സിലാക്കാൻ പറ്റില്ല. ദഹിയത്തുൽ കൽബി എന്ന മനുഷ്യൻ്റെ രൂപത്തിൽ ജിബ്രീൽ അലൈഹിസ്സലാം വരുമ്പോഴും ജിബ്രീൽ അലൈഹിസ്സലാം പ്രകാശത്തിൻ്റെ പടപ്പ് തന്നെയാണ്. ഒരു നല്ല മയിലിൻ്റെ രൂപത്തിൽ മലക്ക് വന്നാലും പ്രകാശത്തിൻ്റെ പടപ്പ് തന്നെയാണ്. പറവുകളുടെ രൂപത്തിൽ വന്നാലും പ്രകാശത്തിൻ്റെ പടപ്പ് തന്നെയാണ്. അല്ലാഹു തആലാന്റെ മലക്കുകളിൽ പല കോലക്കാരുണ്ടെന്ന് മലക്കുകളെ കുറിച്ചിട്ടുള്ള വിവരങ്ങൾ നൽകുമ്പോൾ പണ്ഡിതന്മാർ രൂപപ്പെടുത്തുന്നു. മനുഷ്യനോളം മുന്തിയ രൂപം ആർക്കുമില്ല, മലക്കുകൾക്കുമില്ല. മലക്കിന് പക്ഷേ മനുഷ്യന്റെ രൂപം പ്രാപിക്കാം, ജിന്നിനും ചിലപ്പോൾ മനുഷ്യന്റെ രൂപം പ്രാപിക്കാം. യതശക്കലു ബി അശ്കാലി മുഖ്തലിഫ. മലക്കിനെയും ജിന്നിനെയും പറയുമ്പോൾ നിർവചനത്തിലൊരു വാക്യമുണ്ട്, ഭിന്ന രൂപങ്ങൾ പ്രാപിക്കുവാൻ അവർക്ക് സാധിക്കും ഉദ്ദേശിച്ചതുപോലെ എന്ന്. അങ്ങനെ രൂപം പ്രാപിക്കാമല്ലാതെ പടക്കപ്പെട്ട രൂപത്തിൽ അങ്ങനെയല്ല. ജിബ്രീൽ അലൈഹിസ്സലാമിനെ പടക്കപ്പെട്ട രൂപത്തിൽ അല്ലാഹുവിൻ്റെ റസൂല് 2 തവണയല്ലേ കണ്ടിട്ടുള്ളൂ. 2 തവണ. ഒരിക്കൽ കാണാൻ മോഹം വന്നപ്പോൾ ആദ്യമായി കാണാൻ നബി തങ്ങൾ ആവശ്യപ്പെട്ട ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞത് സാധ്യല്ല, ലാ തുതീഖു ദാലിക്, തങ്ങൾക്കതിനാവൂല. നബി തങ്ങൾ വാശി പിടിച്ചു, കാണണം, പറ്റുന്ന വിധം കാണണം, ആവുമോ എന്ന് നോക്കട്ടെ. ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു, അങ്ങ് ബഖീഉൽ ഗർഖദിലേക്ക് വരൂ. അന്ന് വിശാലമായ സ്ഥലം അതാണ്. മദീനത്തെ പള്ളിയുടെ അപ്പുറത്ത് വിശാലമായി മറമാടപ്പെടുന്ന ബഖീഅ് ഇന്നും വിശാലമായ സ്ഥലമാണ്. 10,000-ൽ പരം സ്വഹാബികളും ശേഷമുള്ള എത്രയോ ജനങ്ങളും അന്ത്യവിശ്രമം കൊള്ളുന്ന മഹത്തായ മഖ്ബറ, മദീനയിലെ മഖ്ബറ, അവിടേക്ക് വരൂ. ജിബ്രീൽ അലൈഹിസ്സലാം സമയം പറഞ്ഞു. അള്ളാന്റെ റസൂല് വന്നു, നബിനോട് നോക്കാൻ പറഞ്ഞു. നോക്കുമ്പോൾ ആകാശവും ഭൂമിയും മുട്ടി നിൽക്കെ ആകെ 2 ചിറകുകൾ കൊണ്ടൊരു സൃഷ്ടി. നബി തങ്ങൾ ഒരു നോട്ടമേ നോക്കിയുള്ളൂ, ഉൾക്കൊള്ളാൻ സാധിച്ചില്ല. അല്ലാഹുവിന്റെ റസൂൽ ബോധമില്ലാതെ വീടുപോയി. ബോധത്തിൽ നിന്നും ബോധമുണ്ടായി എഴുന്നേൽക്കുമ്പോഴേക്കും ജിബ്രീൽ അലൈഹിസ്സലാം അല്ലാഹുവിന്റെ റസൂലിന് കാണാൻ പറ്റുന്ന പരിചിതമായ രൂപത്തിലായി കഴിഞ്ഞിരുന്നു. അപ്പോൾ വാസ്തവത്തിൽ ജിബ്രീൽ അലൈഹിസ്സലാമിന് 600 ചിറകുണ്ട്. 600 ചിറകാണ് അടുക്കായിട്ടുള്ള ആ ചിറകിൽ ഓരോ ചിറകിലും 100 വീതം ചിറക്. അങ്ങനെ 600 ചിറക്. 600 ചിറകുള്ള ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ ഏറ്റവും താഴെയുള്ള 2 ചിറകുകളൊന്ന് വിരുത്തിയേ ഉള്ളൂ. വിരുത്തിയപ്പോഴേക്കും ഖദ് സദ്ദൽ ഉഫുഖ്, കാണാൻ സ്ഥലമില്ല, ഒഴിഞ്ഞു നിൽക്കാൻ സ്ഥലമില്ല, അന്തരീക്ഷം മൂടിയിട്ട് ആ ചിറകു തന്നെ. ഇത് കണ്ടപ്പോൾ നബി പേടിച്ചു. പിന്നെ അല്ലാഹുവിന്റെ റസൂൽ അതുപോലെ ജിബ്രീലിനെ കാണാൻ അങ്ങോട്ട് ആവശ്യപ്പെട്ടിട്ടില്ല. വലഖദ് റആഹു നസ്ലതൻ ഉഖ്റാ ഇൻദ സിദ്റത്തിൽ മുൻതഹാ ഇൻദ ജന്നത്തുൽ മഅ്വാ. ഇസ്രാഇന്റെ രാത്രിയിൽ, മേറാജിന്റെ രാത്രിയിൽ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കൽ കൂടി കണ്ടിട്ടുണ്ട് ജിബ്രീൽ അലൈഹിസ്സലാമിനെ. ഇത് വിശുദ്ധ ഖുർആൻ വളരെ വലിയ ഒരു കാര്യമായി സത്യം ചെയ്ത് ആണയിട്ടാ പറയുന്നത്. അപ്പൊ സൃഷ്ടിക്കപ്പെട്ട രൂപത്തിൽ കണ്ടാൽ മനുഷ്യന്റെ രൂപമല്ല, ചിറകുള്ള രൂപത്തിൽ പറക്കാൻ പറ്റുന്ന രൂപത്തിലുള്ള ഒരു പ്രത്യേക രൂപം. മുഖം കീഴ്പോട്ട് തന്നെയാകും. മുഖമുണ്ടെങ്കിൽ മനുഷ്യന്റെ രൂപത്തിൽ വന്നാലേ നട്ടെല്ല് നിവർത്തി ശരിക്ക് നിവർന്നു നിൽക്കുന്ന ഒരു ജീവിയാകൂ. അഹ്സനു തഖ്വീം. ഇത് ബാഹ്യമായ രൂപമാണ്. ഈ ബാഹ്യമായ രൂപം വിട്ട് ആന്തരിക രൂപത്തിലെടുത്താലും മനുഷ്യൻ തന്നെ കേമൻ. മനുഷ്യന്റെ ഉള്ളറകളിലേക്ക് ആന്തരിക രൂപം തന്നെ പള്ളൻ്റെ ഉള്ളിൽ എന്നല്ല, അത് കുടലു നീട്ടപ്പെട്ടൊക്കെ ആവും. അവിടെയല്ലേ ഞാൻ ആന്തരികം എന്ന് കാണുന്നത്. മനുഷ്യന്റെ ആന്തരീയ ഘടകമുണ്ടല്ലോ, ആന്തരീയ ഘടകം ആത്മാവ്.
ഈ ബോഡിക്കപ്പുറമുള്ള ഘടകം, ചാലക ഘടകം, ആ ആത്മാവുമായി ബന്ധപ്പെട്ടിട്ട് മനുഷ്യനുമായി ബന്ധപ്പെട്ട അല്ലാഹു തആല നൽകിയ സവിശേഷതകൾ എടുത്താലും ഈ ആയത്തിനെ തഫ്സീർ ചെയ്ത് അബൂബക്കർ ഇബ്നു ത്വാഹിർ എന്ന പ്രസിദ്ധ മുഫസ്സിർ പറയുന്നത് മുസയ്യനം ബിൽ അഖൽ മുഅദ്ദിയൻ ലിൽ അംർ മഹ്ദിയം ബിത്തംയീസ്, വകതിരിവുള്ള, സ്വന്തം വകതിരിവ് കൊണ്ട് കാര്യങ്ങളിലേക്ക് എത്തിച്ചേരുന്ന, അള്ളാഹുവിന്റെ നിർദ്ദേശങ്ങൾ ശരിക്കും നിർവഹിക്കാൻ കഴിയുന്ന വിധം ബുദ്ധിയും വിശേഷ ശക്തിയും വിവേചന ശക്തിയും വിവേകവും അള്ളാഹു നൽകി അലങ്കരിച്ചിട്ടുള്ള പടപ്പ് മനുഷ്യൻ മാത്രമാകുന്നു. മദീദൽ ഖാമ യതനാവലു മഅകൂലഹു ബിയദി, സ്വന്തം കൈകൊണ്ട് തീറ്റ വസ്തുക്കൾ പിടിക്കാനും നിവർന്നു നിൽക്കാനും പറ്റുന്ന ശാരീരിക ഘടകം നാം പറഞ്ഞത് തന്നെ. അതിൻ്റെ പുറമെ ആന്തരിക ഘടകം നല്ല ബുദ്ധി, വിവേകം. മഹാനായ ഇബ്നുൽ അറബി, മാലിക്കി മദ്ഹബിൽ പ്രസിദ്ധ പണ്ഡിതനും ഖുർആൻ വ്യാഖ്യാതാവുമായ ഇബ്നുൽ അറബി റളിയല്ലാഹു അൻഹു തങ്ങൾ പറയുന്നു, ലൈസ ലില്ലാഹി ഖൽഖുൻ അഹ്സന മിനൽ ഇൻസാൻ, ലൈസ ലില്ലാഹി ഖൽഖ്, അല്ലാഹു തആലാക്ക് മനുഷ്യനോളം ചന്തമാർന്ന സുന്ദരനായ ഒരു പടപ്പില്ല. ഈ സൗന്ദര്യം അദ്ദേഹം വിവരിക്കുന്നത് ആന്തരീയമായി ആത്മീയമായാണ്, ആകാരത്തിലല്ല. ഖുലുഖ്, അവന്റെ പെരുമാറ്റവും സ്വഭാവവും വിശേഷണവും. അദ്ദേഹം പറയുന്നു ഫഇന്നല്ലാഹ ഖലഖഹു ഹയ്യൻ ആലിമൻ ഖാദിറൻ മുരീദൻ മുതകല്ലിമൻ സമീഅൻ ബസീറൻ മുദബ്ബിറൻ ഹകീമ. മനുഷ്യൻ ജീവനുള്ളവനാണ്, അത് മലക്കിനും ജീവനുണ്ട്. പോരാ, ഖാദിറൻ, കഴിവുള്ളവനാണ്, ഇത് മലക്കിനുമുണ്ട്. മുരീദൻ, സ്വന്തം തിരഞ്ഞെടുപ്പിന്റെ സ്വാതന്ത്ര്യമുള്ളവനാണ്, ഇഷ്ടപ്രകാരം കാര്യങ്ങൾ നിർവഹിക്കുന്നവനാണ്, ഇത് മലക്കിനില്ല. മുതകല്ലിമൻ, സംസാരിക്കുന്നവനാണ്, അള്ളാഹുവിന്റെ മറ്റു അനേകം പടപ്പുകൾക്കിതില്ല. സമീഅൻ, കേൾവിയുള്ളവനാണ്. ബസീറൻ, കാഴ്ചയുള്ളവനാണ്. മുദബ്ബിറൻ, കാര്യങ്ങൾ സ്വയമായി ചിട്ടപ്പെടുത്തി കൈകാര്യം ചെയ്യുന്നവനാണ്. ഹക്കീമൻ, ആന്തരീയ രഹസ്യങ്ങൾ നോക്കി, വസ്തുതകൾ നോക്കി, ആന്തരീയമായ ലക്ഷ്യങ്ങളും ആത്യന്തിക ലക്ഷ്യങ്ങളും ഒക്കെ സംഗതികൾക്ക് നോക്കിയിട്ട് അതനുസരിച്ച് കാര്യങ്ങൾ നിയന്ത്രിക്കുന്ന ഹിക്മത്തുള്ളവനുമാണ്. ഫഹാദിഹി സിഫാത്തുർ റബ്ബ്, ഇതൊക്കെ പടച്ചോന്റെ സിഫത്തുകളല്ലേ? അള്ളാഹുവിനെ ഖുർആനിൽ പരിചയപ്പെടുത്തിയ സിഫത്തുകളല്ലേ ഇത്? ഖാദിർ മുരീദുൻ ആലിമുൻ ബി കുല്ലി ശൈ സമീഉൽ ബാസിറു വൽ മുതകല്ലിമു ലഹു സിഫാത്തുൻ സബ്അത്തുൻ തന്തളിമു. അള്ളാഹുവിനെ പറ്റി പഠിക്കുമ്പോൾ നമ്മൾ പഠിക്കുന്ന സിഫത്താ ഹയ്യ്, മുരീദ്, ഖാദിർ, ആലിം. ഈ സിഫത്തുകളുള്ള അല്ലാഹു തആലാന്റെ പടപ്പാണ് മനുഷ്യൻ. അല്ലാഹു തആലാന്റെ റസൂൽ ഇത് പ്രത്യേകം തന്നെ പറഞ്ഞിരിക്കുന്നു, ഇന്നല്ലാഹ ഖലഖ ആദമ അലാ സൂറത്തിഹി വഫീ റിവായത്തിൻ അലാ സൂറത്തിർ റഹ്മാൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല ആദം നബിയെ പടച്ചത്, ആദം നബി മുഖേന ആദം നബിയുടെ മക്കളെയും രൂപപ്പെടുത്തിയത് അല്ലാഹു തആല പടച്ചോന്റെ വിശേഷണത്തിലും പടച്ചോന്റെ രൂപത്തിലുമാണ്. എന്താ പടച്ചോന്റെ രൂപം? കാണാൻ പറ്റുന്ന രൂപമല്ല. പടച്ചോനെ കണ്ട പടപ്പാരുമില്ല. അഷ്റഫുൽ വറാ ത്വാഹ റസൂലുള്ളാഹി തങ്ങളല്ലാതെ, തങ്ങൾ മാത്രമേ അള്ളാന്റെ പടപ്പുകളിൽ അള്ളാഹുവിനെ കണ്ടിട്ടുള്ളൂ. ജിബ്രീൽ കണ്ടിട്ടില്ല, മീകായിൽ കണ്ടിട്ടില്ല, ഇസ്രാഫീൽ, അസ്റായീൽ ആരും കണ്ടിട്ടില്ല. അല്ലാഹു തആല ആഖിറത്തിൽ വെച്ച് നമുക്ക് കാണാം. അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. ദുനിയാവിൽ ആർക്കും കാണാൻ കഴിയില്ല. അള്ളാഹുവിന്റെ റസൂല് മാത്രമേ കണ്ടതായി റിപ്പോർട്ടുള്ളൂ, നാം അംഗീകരിക്കുന്ന പ്രമാണമുള്ളൂ. മറ്റാരും കണ്ടിട്ടില്ല. ഇപ്പൊ കാണാൻ പറ്റുന്ന രൂപമല്ല ഇത്. കാണുമ്പോഴും രൂപത്തിലല്ല, രൂപം അള്ളാഹുവിനില്ല. കയ്യും കാലും കണ്ണും മുഖവും രൂപവുമുള്ള അള്ളാഹുവിൽ നമ്മൾ വിശ്വസിച്ചിട്ടില്ല. അപ്പോൾ ഈ പറഞ്ഞ സൂറത്തിന്റെ അർത്ഥം അലാ സിഫത്തിഹി, അള്ളാഹുവിന്റെ ആകൃതിയും വിശേഷണങ്ങളുടെയും മേലിലാകുന്നു. മനുഷ്യനെ അള്ളാഹു തആല പടച്ച് ആദം നബിയെ ഹയ്യ്, മുരീദ്, ഖാദിർ. നോക്കണം നിങ്ങൾ, അള്ളാഹു സുബ്ഹാനഹു വ തആല മനുഷ്യന് നൽകിയ അഖ്ൽ എന്ന സവിശേഷ ഗുണവും അതിനോടൊപ്പം വരുന്ന, അതിൻ്റെ കൂടെപ്പറപ്പായി വരുന്ന സവിശേഷതകളും അതിൻ്റെ അനുബന്ധങ്ങളായി വരുന്ന സ്ഥാനമാനങ്ങളും പദവികളും വെച്ചാണ് മനുഷ്യന് നൽകിയിട്ടുള്ള ഈ ഏറ്റവും വിലപ്പെട്ട സവിശേഷത. പടച്ച തമ്പുരാന്റെ മാതിരി ഹയ്യ്, പടച്ച തമ്പുരാന്റെ മാതിരി മുരീദ്, പടച്ച തമ്പുരാന്റെ മാതിരി ഖാദിർ എന്ന് പറഞ്ഞാൽ അല്ലാഹു തആലാന്റെ ഖുദ്റത്ത് പോലെ നമുക്കൊന്നല്ല. അള്ളാഹുവിനെ വിശേഷിപ്പിക്കുന്നത് പോലെ നമ്മളും വിശേഷിപ്പിക്കാം. അബ്ദുൽ ഖാദിർ എന്ന് പറയും പോലെ ഖാദിർ എന്നും വിളിക്കണില്ലേ? നമ്മൾ വിളിക്കാൻ പറ്റാത്ത രണ്ട് പേരുള്ളൂ. ഒന്ന് അള്ളാഹ്, അതിനെ വിളിക്കണ്ടേ നമ്മൾ? പടച്ചോൻ അള്ളാഹ്, പടച്ചോൻ അള്ളാഹ് എന്നൊക്കെ വിളിച്ചിരുന്ന മനുഷ്യന്മാരുണ്ടായിരുന്നു. അള്ളാഹ് റഹ്മാൻ, വിളിക്കാൻ പറ്റാത്ത പിന്നൊന്നതാണ് അള്ളാഹ് റഹ്മാൻ.
അവൻ വിളിക്കുന്നുണ്ട് നമ്മൾ റഹ്മാൻ റഹ്മാൻ എന്നൊക്കെ കൂട്ടി മൂല്യന്മാരും കൂടി വിളിക്കുന്നുണ്ട്. KA റഹ്മാൻ എന്ന് മൂല്യന്മാരെ പറയാറുണ്ട്. അങ്ങനെ റഹ്മാനും അല്ലാന്നും അല്ലാത്ത മറ്റേത് പേരും മനുഷ്യനെ വിളിക്കാലോ. എന്താ അതിനർത്ഥം? മനുഷ്യൻ ആ വിശേഷണം അള്ളാഹുവിൻ്റെ രീതിയിലല്ലെങ്കിലും ആ വിശേഷണമുണ്ട്. റഹീം, ഖാദിർ, മുരീദ്, ആലിം, ഹയ്യ് എല്ലാം വിശേഷിപ്പിക്കുക. ഇങ്ങനെ അല്ലാഹു തആലാന്റെ പടപ്പുകളിൽ മനുഷ്യനായ വേറെ ആരുമില്ല. ഇതാണ് ഫീ അഹ്സനി തഖ്വീം എന്നതിൻ്റെ അർത്ഥം. പ്രഗത്ഭരായ പല മുഫസ്സിറുകളും വിവരിക്കുന്നു. നമുക്കിത് തന്നെ പറയും ഏറ്റവും പ്രധാനപ്പെട്ടിട്ട് മനുഷ്യൻ്റെ അഖൽ. ഇതര ജീവികളിൽ നിന്ന് ഏറ്റവും പ്രധാനപ്പെട്ട് മനുഷ്യൻ വിശേഷപ്പെട്ട് നിൽക്കുന്നത് ബുദ്ധിയാണ്. ഈ ബുദ്ധിയോട് ബന്ധപ്പെട്ടുകൊണ്ടുണ്ടാവുന്നതാണ് നമ്മുടെ ഇറാദത്ത്. അതുമായി ബന്ധപ്പെട്ടാണ് നമ്മുടെ തെക്ലീഫും അള്ളാഹുവിൻ്റെ നിയമങ്ങളും. ആ തെക്ലീഫുമായി ബന്ധപ്പെട്ടാണ് നമുക്ക് അള്ളാഹു ബുദ്ധി നൽകിയത്. ബുദ്ധിയുമായി ബന്ധപ്പെട്ടാണ് നമുക്ക് അറിവിന് വേണ്ട മാർഗങ്ങൾ, കാതും കണ്ണും കേൾവിയും കാഴ്ചയുമൊക്കെ അള്ളാഹു തആല നൽകിയത്. അപ്പം ഇതെല്ലാം നൽകുന്നതിന് നിദാനമായത് ബുദ്ധി തന്നെയുള്ളൂ നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ടത്. ആ ബുദ്ധിയിൽ നമ്മൾ മലക്കുകളെക്കാൾ കേമന്മാരാണ്, ജിന്നുകളെക്കാൾ കേമന്മാരാണ്. വാസ്തവത്തിൽ അവർക്കും ബുദ്ധിയുണ്ട്. അള്ളാഹുവിൻ്റെ ജീവജാലങ്ങളിൽ ബുദ്ധിയുള്ള വർഗങ്ങൾ നമ്മൾ നമ്മൾ പഠിച്ചത് 3 മാത്രം. ഒന്ന് മലക്ക്, ഒന്ന് ജിന്ന്, ഒന്ന് മനുഷ്യൻ. ഇവിടെ മനുഷ്യൻ്റെ ബുദ്ധി മറ്റു 2 വർഗങ്ങളുടെ ബുദ്ധിയേക്കാൾ മികച്ചു നിൽക്കുന്ന ബുദ്ധിയാണ്. മനുഷ്യൻ്റെ വിവേകത്തിന് പല തലങ്ങളാണ്. ഈ തലങ്ങളും ഈ തലങ്ങളിലുള്ള നേട്ടങ്ങളും മനുഷ്യന് വകവെച്ചിടത്തോളം അല്ലാഹു തആല മറ്റൊരു പടപ്പിനും വകവെച്ചിട്ടില്ല. ചിന്താപരമായി മനുഷ്യൻ മികച്ചു നിൽക്കുന്നത് കൊണ്ട് മനുഷ്യൻ്റെ ബുദ്ധിയുടെ 4 തലങ്ങൾ നമ്മൾ മനസ്സിലാക്കുക. 2 പ്രകൃതിപരമായിട്ടുള്ള തലം, മറ്റു 2 ആർജിതമായി നമ്മൾ നേടേണ്ട ബുദ്ധിശക്തി. ഇതൊക്കെ ബുദ്ധി തന്നെയാ. നല്ല ബുദ്ധിയുള്ള മനുഷ്യന്മാർ അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ട്, തഖ്വയുള്ളവർക്ക് മാത്രമേ ബുദ്ധിയുള്ളൂ. വിവരമുള്ളവർക്ക് മാത്രമേ ബുദ്ധിയുള്ളൂ. വിവരമുള്ളവർക്ക് മാത്രമുള്ള ബുദ്ധിയുണ്ട്. പരിചയസമ്പന്നനായ ഓന് ബുദ്ധിയും പ്രായം വെച്ചിട്ടില്ല. നമ്മൾ ചിലപ്പോൾ പറയാറുണ്ട് ബുദ്ധിയും പ്രായം വെച്ചിട്ടില്ല. ഓനിപ്പോൾ ചെറിയ കുട്ടിയല്ലേ. നന്ന ചെറിയ കുട്ടിക്കല്ലത് 10, 30, 35 വയസ്സായാലും പറയും ഓനിപ്പോൾ ബുദ്ധിയും പ്രായം വെച്ചിട്ടില്ലേ, അന്തവും ബുദ്ധിയൊന്നും എത്തിയിട്ടില്ല. ഒരു 40 വയസ്സായതിൻ്റെ ശേഷം അന്തവും ബുദ്ധി ഉറക്കുക. അതുവരെ ബുദ്ധിയും പ്രായം ഉറച്ചിട്ടില്ല. അങ്ങനെ ഒരു ബുദ്ധിയുണ്ട്. പ്രായം തികഞ്ഞ് 40 കഴിഞ്ഞതിന് ശേഷം സമ്പൂർണമായി വരുന്ന ബുദ്ധി. നമ്മളോടൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല നിസ്കരിക്കാൻ പറഞ്ഞിട്ടുണ്ട്, നോമ്പനുഷ്ഠിക്കാൻ പറഞ്ഞിട്ടുണ്ട്, വ്യഭിചരിക്കാൻ പാടില്ല, കള്ളു കുടിക്കാൻ പാടില്ല. അല്ലാഹുവിൻ്റെ നിർദ്ദേശമുണ്ട്, കൽപ്പനയുണ്ട്. ഈ തെക്ലീഫിന് നിദാനമാകുന്ന ഒരു ബുദ്ധിയുണ്ട്. ആ തെക്ലീഫിന് നിദാനമാകുന്ന ബുദ്ധിയാവട്ടെ അന്തമുള്ള ബുദ്ധിയുള്ള മനുഷ്യരെല്ലാവർക്കും ഉണ്ടല്ലോ. അവിടെ വിവരമുള്ളവനാകണ്ട, 40 വയസ്സുകാരനാകണ്ട, പരിചയമുള്ളവനാവണ്ട, ചിന്താശേഷിയുള്ളവനാകേണ്ട, സാധാരണക്കാരായ മനുഷ്യകുലത്തിൽപ്പെട്ട എല്ലാവർക്കുമുണ്ട്. അവിടെയുമുണ്ടൊരു ബുദ്ധി. 4 തലങ്ങൾ പണ്ഡിതന്മാർ വിവരിക്കുന്നുണ്ട്. 4 തലം. ഒന്നാമത്തെ തലം ഇതര ജീവികളിൽ നിന്ന്, അതായത് മൃഗങ്ങളിൽ നിന്ന് മനുഷ്യൻ വേർപെട്ട് നിൽക്കുന്നിടത്ത് സംസാരിക്കാം നമുക്ക്. ഇതര ജീവികളിൽ നിന്ന് മനുഷ്യൻ വേർപെട്ട് നിൽക്കുന്ന ബുദ്ധിശക്തി എന്ന ഒരു സിദ്ധിയുണ്ടല്ലോ, ബുദ്ധിശക്തി. ആ ബുദ്ധിശക്തി പ്രകൃതമാണ്. മനുഷ്യൻ അല്ലാഹു തആല മനുഷ്യനായി പടക്കുമ്പോൾ തന്നെ നൽകുന്നുണ്ടത്. ആ ബുദ്ധിശക്തിയുടെ ക്രമപ്രവൃദ്ധമായ വളർച്ചയാണ് വയസ്സിനൊപ്പം ഉണ്ടാകുന്നത്. നന്ന ചെറിയ ചോര പൈതലായിരിക്കുമ്പം തന്നെ ഈ ബുദ്ധിശക്തിയുണ്ട്. അറിവ് വന്നിട്ടില്ലെന്നേ ഉള്ളൂ. അറിവ് വരാൻ പാകത്തിലുള്ള ബുദ്ധിശക്തി, തെക്ലീഫിന് നിദാനമാകുന്ന, ചിന്തക്ക് നിദാനമാകുന്ന, അഭിപ്രായം രൂപീകരിക്കാൻ നിദാനമാകുന്ന, കണ്ടുപിടുത്തങ്ങൾക്ക് നിദാനമാകുന്ന, ഇൻഫർമേഷൻ ടെക്നോളജിയിലെ ഏറ്റവും പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങൾക്കൊക്കെ നിദാനമാകുന്ന, ആയുർവേദ രംഗത്തെ, ആരോഗ്യരംഗത്തെ വലിയ വലിയ കണ്ടുപിടുത്തങ്ങൾക്ക് നിദാനമാകുന്ന, ശാസ്ത്ര സാങ്കേതിക രംഗത്തുള്ള ഉയർച്ച വളർച്ചകൾക്ക് നിദാനമാകുന്ന മനുഷ്യന്റെ ബുദ്ധിശക്തിയിലെ അടിസ്ഥാനപരമായ ആ ശക്തി പ്രകൃതിപരമാണ്. ഈ ശക്തിയിൽ നിന്ന് ആദ്യം മുതൽ വകതിരിവാകും മുതൽക്കുള്ള ഒരു ചെറിയ അറിവുണ്ട്. ചൂടുള്ളത്, തണുപ്പുള്ളത്, തിന്നാൻ പറ്റുന്നത്, തിന്നാൻ പറ്റാത്തത്, ഉപയോഗിക്കാൻ പറ്റുന്നത്, ഉപയോഗിക്കാൻ പറ്റാത്തത്, ഇതൊക്കെ തിരിയുന്ന തിരിവ്. ഇതാണ് തമ്മീസ്. 7 വയസ്സായാൽ ഏതാണ്ട് ഒരു 5-6 വയസ്സ് മുതൽക്ക് കാണുന്ന സ്വന്തം മനോഹരം ചെയ്യാൻ, വൃത്തിയാക്കാൻ, മൂത്രം പാത്തിയാൽ മനരിക്കാൻ,
മറക്കിരുന്നാൽ കഴുകാൻ, ഇതിനൊക്കെ പറ്റുന്ന തരത്തിലുള്ള വകതിരിവ് മണ്ടനും പൊട്ടനും ബുദ്ധിമാനിക്കും ഇന്ന് നമ്മൾ വിളിക്കുന്നവർക്കും എല്ലാവർക്കും ഉള്ള ഒന്നുണ്ടല്ലോ, അതാണ് തമ്മീസ്. ആ തമ്മീസ് എന്നതും പ്രകൃതിപരമായ ബുദ്ധിയുടെ ഒരു തലമാണ്. ആ തലമുണ്ടായാൽ അള്ളാഹുവിന്റെ നിയമങ്ങൾ ബാധകമായി മുക്കല്ലഫായി. തക്ലീഫിന് ഇതേ വേണ്ടുള്ളൂ. നല്ലോണം ചിന്തയുള്ളവനും ചിന്തല്ലാത്തവനും, അറിവുള്ളവനും അറിവില്ലാത്തവനും, പരിചയസമ്പന്നനും അല്ലാത്തവനും, ബുദ്ധിജീവി എന്ന് നമ്മൾ വിളിക്കുന്നവനും അല്ലാത്തവനും ഒക്കെ വേണമല്ലോ നിസ്കരിക്കുക. അപ്പൊ നിസ്കാരം മുതൽ ശുദ്ധീകരണം മുതൽ അള്ളാഹുവിന്റെ തക്ലീഫിന്റെ നിയമങ്ങൾ ബാധകമാകുന്ന ആ ബുദ്ധിക്ക് വേണ്ടത് അധികമായ ബുദ്ധിശക്തി എന്ന ശക്തിക്കൊപ്പം വകതിരിവ് നിറയുന്ന തമ്മീസാൻ. ഇത് രണ്ടും പ്രകൃതിപരം. അവിടെ നിന്നങ്ങോട്ട് ആർജിച്ചെടുക്കേണ്ട രണ്ട് ഗുണമുണ്ട്. അനുഭവങ്ങളിലൂടെ ആർജിച്ചെടുക്കാൻ, അനുഭവങ്ങളിൽ നിന്നും പരിചയങ്ങളിൽ നിന്നും മനസ്സിലാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു തിരിവ്. ഒരാളൊരു തിരിവനാണ്.